എല്ലാവർക്കും നന്ദി. സഹകരിച്ച പാസ്റ്റർമാർ പലരും ഉണ്ട്, ചിലർ മുമ്പിലുണ്ട്, ചിലർ പുറകിലുണ്ട്. നിങ്ങളെ കർത്താവ് ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആളുകൾ ഈ നന്ദി പ്രകടനത്തിന് സമയം എടുക്കാറുണ്ട്. ഞാനത് ചുരുക്കി പറയത്തേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സഭകളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകം എടുക്കാം. ഒന്ന് വേദപുസ്തകം ഉയർത്തി ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ഭാഷയിൽ വേദപുസ്തകം തന്ന ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം കൊണ്ടുവന്നവർക്കായിട്ട് സ്തോത്രം. 12-ാം അധ്യായം അബ്രഹാമിൻ്റെ പുസ്തകം എടുത്താട്ടെ. അബ്രഹാമിൻ്റെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം. ഇന്ന് രാവിലെ ലില്ലി അബ്രഹാമിനെ പറ്റിയാണ് പറഞ്ഞത്. ഇന്നലെ ഞാൻ പറഞ്ഞു പോയപ്പോൾ 3 ആടുകളെ കാണിച്ചത്. നിങ്ങൾക്ക് ആ പ്രസംഗം ഇഷ്ടപ്പെട്ടോ? ഇന്നലത്തെ പ്രസംഗം ഇഷ്ടപ്പെട്ടവരൊന്ന് കൈവക്കുക. അതിൻ്റെ CD അവിടെ വാങ്ങിക്കാൻ കിട്ടും. കുറ്റബോധമേ വിട, അതിൻ്റെ CD വാങ്ങിച്ചുകൊണ്ട് പോകാം. കുറച്ചുകൂടെ വിശാലമായിട്ട് പ്രസംഗിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോകാം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിന് 10 പ്രാവശ്യമാണ് വെളിപ്പെട്ടത്. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അറിയാൻ വയ്യാത്തവർക്ക് എഴുതിയെടുക്കാം. ഞാനാണെങ്കിൽ അറിയാമെങ്കിലും എഴുതിയെടുക്കും, കാരണം അടുക്കും ചിട്ടയ്ക്കും എഴുതാനൊക്കും. 10 പ്രാവശ്യമല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് കാണാം. 10 പ്രാവശ്യത്തിൽ കൂടുതൽ പ്രത്യക്ഷപ്പെട്ട് കാണാം. തീർച്ചയായിട്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കും. എങ്കിലും 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം ഏതോ പ്രത്യേക സന്ദേശങ്ങൾ പറയുവാനായിട്ട് ചെന്നതാണ്. അത് നമുക്കും ബാധകമാണ്. ഉൽപ്പത്തി പുസ്തകം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. അബ്രഹാമിനെ പറ്റി ഞാൻ 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. 2 പുസ്തകം കൂടെ എഴുതാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു പുസ്തകം ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് എവിടെയെങ്കിലും ഒരു YMCA-ലെങ്ങാണ് ഒരു മുറി ബുക്ക് ചെയ്തിട്ട് അവിടെ കയറിയിരുന്ന് എനിക്ക് എഴുതാൻ ആഗ്രഹമുണ്ട്. കർത്താവിനെ സഹായിക്കട്ടെ. പിന്നെ ഒരു പുസ്തകം അടുത്ത വർഷം വീണ്ടും എഴുതുന്നതായിരിക്കും. ഒരു ക്രിസ്തീയ ജീവിതത്തെപ്പറ്റി പഠിക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പഠിക്കണം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ജീവിക്കേണ്ട മാർഗം, ഉപദേശമല്ല, ഉപദേശസഹിതം അല്ലേ, സഭയ്ക്കുള്ള ഉപദേശമല്ല, അതെല്ലാം ഈ ഉൽപ്പത്തി പുസ്തകത്തിനകത്തുകൊണ്ട് നമുക്ക് പഠിക്കാം. അബ്രഹാമിന് ദൈവം 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തെല്ലാം പറഞ്ഞു. 12-ാം അധ്യായം 1-ാമത്തെ വെളിപ്പാട്. യഹോവ അബ്രഹാമിനോട് അരുളിച്ചെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വിശാലമായ ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം. ഒരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ട് ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു? ഞാൻ വലിയ ദൈവദാസന്മാരെ കാണുമ്പോഴൊക്കെ, വലിയ ദൈവദാസന്മാർ എന്ന് വെച്ചാൽ വലിയ പണക്കാരെന്നല്ല അർത്ഥം, എക്സ്പീരിയൻസ് ഉള്ള ദൈവദാസന്മാരെ കാണുമ്പോൾ അത് ചിലപ്പോൾ ഒരു കൊച്ചുപദേശിയായിരിക്കാം. ഞാൻ അവരുടെയൊക്കെ ചോദിക്കും. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 3-4 വർഷത്തിന് മുമ്പ്, ഞാൻ കേരളത്തിൻ്റെ കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ബിഷപ്പുമാരെയും പോയി കണ്ടു. പെന്തിക്കോസിലെ ബിഷപ്പ്, ബ്രദർ സഭയിലെ ബിഷപ്പ്, ഇവാഞ്ചലിക്കൽ സഭയിലെ ബിഷപ്പിനെ കാണാനൊത്തില്ല, അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. ഞാൻ എല്ലാ സഭകളിലെയും ബിഷപ്പുമാരെ കയറി കണ്ടു. കാത്തലിക്, യാക്കോബായും കാണാനൊത്തില്ല, യാക്കോബായ കണ്ടു. ഓർത്തഡോക്സിലെ കാത്തലിക് സ്ഥലത്തില്ലായിരുന്നു. ബാക്കി എല്ലാ സഭകളിലെയും ബിഷപ്പുമാരെ കയറി കണ്ടു. IPC, അസംബ്ലീസ് ഓഫ് ചർച്ച് ഓഫ് ഗോഡ്, എല്ലായിടത്തും. എന്നിട്ട് ഞാൻ അവരുടെയൊക്കെ പറഞ്ഞു, എനിക്ക് 5 ഉപദേശം തന്നാട്ട്, 5 ഉപദേശം. ഇനി ഞാൻ അടുത്ത വർഷം വീണ്ടും ഒരിക്കലൂടെ വരാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വണ്ടിയെടുത്ത് കോഴിക്കോട് മുതൽ തിരുവനന്തപുരത്ത് വരെ യാത്ര ചെയ്തിട്ട് പ്രായമുള്ള ആളുകളെ കാണും. ദൈവദാസന്മാരെ, ഉപദേശിയായിരിക്കാം, ബിഷപ്പായിരിക്കാം, അച്ഛന്മാരായിരിക്കാം. ഞാൻ അവരുടെ ഒരു ചോദ്യം ചോദിക്കും. അനുഗ്രഹിക്കപ്പെട്ട 3 പേരുടെ കഥ പറയാം, ശപിക്കപ്പെട്ട 2 പേരുടെ കഥ പറയാം. എനിക്ക് പഠിക്കണം. എന്തുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു, എന്തുകൊണ്ട് അവർ ശപിക്കപ്പെട്ടു, എനിക്ക് പഠിക്കണം. ഇവിടെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, അബ്രഹാമേ പോയാട്ട, വീടും നാടും കൂടും വിട്ടിട്ട് പോയാട്ട. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഞാൻ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ അബ്രഹാമിനെ തിരഞ്ഞെടുക്കാൻ കാരണം? അന്ന് ലോകത്തിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ കാണും. എന്തുകൊണ്ട്? അബ്രഹാം നല്ല മനുഷ്യനായിരുന്നില്ല. അബ്രഹാം ഒരു ബിംബാരാധിയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം
യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹാപാപം എന്ന് പറയുന്നത് ബിംബാരാധനയാണ്, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന. അങ്ങനെ ബാക്കി ആരാധിക്കുന്നവർ മറ്റുള്ളവരെ ആരാധിച്ചോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ ഒരു ക്രിസ്ത്യാനി ബിംബത്തെ ആരാധിക്കാൻ പാടില്ല, ഒരു യഹൂദൻ ബിംബത്തെ ആരാധിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ബിംബാരാധിയെ, ഈ മഹാപാപിയെ തിരഞ്ഞെടുത്തത്? ഒരു കുറച്ചുകൂടെ വിശുദ്ധ ജീവിതമുള്ള ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കാൻ വയ്യായിരുന്നു. എന്തുകൊണ്ട് ഈ മനുഷ്യനെ തിരഞ്ഞെടുത്തു? എനിക്ക് മറുപടി കിട്ടിയില്ല. ഞാൻ പാസ്റ്റർമാരുടെ ചോദിച്ചു, അറിയാവുന്ന ബൈബിൾ അറിയാമെന്ന് ഞാൻ വിചാരിച്ചവരുടെയൊക്കെ ചോദിച്ചു, എനിക്ക് മറുപടി കിട്ടിയില്ല ആദ്യകാലത്ത്. എന്നാൽ ഒരു ദിവസം ഞാൻ ഒരു പുസ്തകം എൻ്റെ കൈ കിട്ടി, യഹൂദന്മാരുടെ ചരിത്രം. വളരെ വിശേഷപ്പെട്ട പുസ്തകമാണ്, ക്രിസ്ത്യാനികളും യഹൂദന്മാരും എല്ലാം പഠിക്കുന്ന ഒരു പുസ്തകമാണ്. അതിനകത്ത് എൻ്റെ മറുപടി ഉണ്ടായിരുന്നു. അബ്രഹാം ഒരു ദിവസം കൊച്ചനായിരിക്കുന്ന സമയത്ത്, 10, 12, 13 ടീനേജറായിരിക്കുന്ന സമയത്ത് അവൻ്റെ അപ്പൻ എവിടെയോ പോയി. അന്നേരം ഈ മോനിലൊക്കെ പറഞ്ഞു, മോനെ ഞാൻ പോവാണ്, 2-3 ദിവസത്തേക്ക് നീ ആയിരിക്കും വീട്ടിലെ പൂജാരി. അബ്രഹാമിൻ്റെ അപ്പൻ ആരാണെന്നറിയാമോ? അവിടുത്തെ രാജാവിൻ്റെ പൂജാരിയാണ്. അപ്പം പറഞ്ഞു, നമ്മുടെ കുടുംബദേവതകളെ കൊണ്ട് ഈ കുടുംബദേവതകളൊക്കെ പൂജിക്കണം രാവിലെ. മോൻ സമ്മതിച്ചു. 2-3 ദിവസത്തേക്ക് അവസരം കിട്ടിയതല്ലയോ. അപ്പനങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഈ മകൻ ചെന്നിട്ട് ഒന്നാമത്തെ ദൈവതയെ ആരാധിച്ചു. എന്നിട്ട് അമ്മ രണ്ടാമത്തെ എല്ലാത്തിനെയും ആരാധിച്ചു. എന്നിട്ട് അപ്പൻ ചെയ്യുന്നത് പോലെ കുറച്ച് മധുരപലഹാരം എടുത്ത് ഒന്നാമത്തെ ദേവതയ്ക്ക് കൊടുത്തു വെച്ച് പറഞ്ഞ, ദേവത വാവളൊക്കെ ഇതങ്ങോട്ട് കഴിച്ച്. ഈ കൊച്ചൻ വിചാരിച്ചത് ഇത് കൊടുക്കുന്ന പറഞ്ഞാൽ ഈ ദേവത വാവളൊക്കെ ഒന്നാ അപ്പൻ കാണിക്കുന്നതേ കണ്ടിട്ടുള്ളൂ. കൊച്ചൻ നോക്കി ഇവിടെ ദൈവം വാവളക്കുന്നില്ല, ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുക. അവർക്ക് ദേഷ്യം വന്നു. ചിലപ്പോൾ എൻ്റെ നാട്ടുകാരനായിരിക്കണം അബ്രഹാം, എളുപ്പം ദേഷ്യം വരുന്നവരാ ഞങ്ങളുടെ നാട്ടുകാർ. അവിടെ കിടന്ന് ഒരു കമ്പെടുത്ത് ഈ ദൈവത്തിനെല്ലാം കുറേ അടി അങ്ങ് കൊടുത്തു. പറഞ്ഞാൽ വാവളൊക്കെ തല്ലില്ലയോ. ഈ ദൈവങ്ങളെല്ലാം ഉച്ചയും കുത്തി താഴെ വീണ്, കാലൊടിഞ്ഞ്, കൈയൊടിഞ്ഞ്, കഴുത്തൊടിഞ്ഞ്, കണ്ണൊടിഞ്ഞ് എല്ലാം പൊട്ടി. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് വീണ്ടും വിചാരം വന്നു. ഞങ്ങളുടെ നാട്ടുകാർക്ക് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ. അന്നേരം വിചാരിച്ചു, അപ്പച്ചൻ വരും 3 ദിവസം കഴിയുമ്പോൾ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയും? പക്ഷെ അവൻ ബുദ്ധിയുള്ളവനായിരുന്നു, ചിലപ്പോൾ കഷണ്ടിക്കാരനായിരിക്കും. കഷണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിയാണ്. അവൻ ഓടിച്ചെന്ന് കുറച്ച് മണ്ണെടുത്തുകൊണ്ട് വന്നു, ഒരു വലിയ ദൈവത്തെ ഉണ്ടാക്കി, ഒരു വലിയ കമ്പും കൈ കൊടുത്തു. അവിടെ നിർത്തി. ഒരു ഉപദേശം ഇടയ്ക്ക് കയറി പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുക. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം. നിനക്ക് കോപം വരുമ്പോൾ നീ 3 കാര്യം ചെയ്യരുത്. വെൻ യു ആർ എമോഷണലി അപ്സെറ്റ്, ഡോണ്ട് ഡു 3 things. നമ്പർ 1, 1, കൈ ഉയർത്തരുത്, അടിക്കരുത്. ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ, പശുവിനെ, കാളെ അടിക്കരുത് കോപം വരുമ്പോൾ. 2, സംസാരിക്കരുത്. വിവാഹമോചനത്തിൻ്റെ തുടക്കം ഭോഷത്വം സംസാരിക്കുന്നതിലൂടെയാണ്. നിൻ്റെ അമ്മ, പിന്നെ ഇയാളുടെ അപ്പൻ, കറമ്പിയെ എനിക്കറിയാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഏതെങ്കിലും ഭോഷത്വത്തിൻ്റെ വാക്കുകൾ മുറിവേറ്റ് കിടക്കും. അതുകൊണ്ട് നിനക്ക് കോപം വന്നു കഴിയുമ്പോൾ കൈ ഉയർത്തരുത്, സംസാരിക്കരുത്. 3, എഴുതരുത്. വാട്സപ്പിനകത്ത് എഴുതരുത്, സന്ദേശം അയക്കരുത്, ഇമെയിൽ അയക്കരുത്. 3 കാര്യങ്ങൾ ചെയ്യരുത്. അബ്രഹാം എളുപ്പം ചെയ്തു. പക്ഷെ പെട്ടെന്ന് ഒരു മിമ്മത്തെ ഉണ്ടാക്കി വെച്ചു. ചേച്ചിയുടെ വേഗത്തിൽ പോവാം, 10 ദർശനം പറയണം. അപ്പോൾ 3-ാമത്തെ ദിവസം അപ്പച്ചൻ വന്നു ചോദിച്ചു, മോനെ എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല അപ്പച്ച. വെള്ളമൊക്കെ കുടിച്ചു വെച്ചു. അപ്പച്ചനകത്തോട്ട് കയറി താഴെ കിടക്കുന്ന ദൈവങ്ങളെല്ലാം കൂടെ താഴെ. ഇതെന്തുവാ? അബ്രഹാം പറഞ്ഞു, അപ്പച്ച വിഷമിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഈ വലിയ ദൈവത്തെ കണ്ടോ? ഈ വലിയ ദൈവം ഇങ്ങോട്ട് കയറി വന്ന് നമ്മുടെ കൊച്ചു ദൈവങ്ങളുമായിട്ടൊരു വഴക്ക്. അപ്പച്ചൻ അറിയാമല്ലോ, വലിയ ദൈവവും വലിയ ആളും കൊച്ചാളും കൂടെ വടിയുണ്ടാക്കിയാൽ ആര് ജയിക്കും? വലിയ ദൈവം. ഇയാളാണ് ഇതെല്ലാം ചെയ്തേ. അപ്പച്ചൻ ഒരു കാര്യം പറഞ്ഞു, മോനെ, ഞാൻ നിൻ്റെ അപ്പനാ, എന്നെ മോനാക്കരുത്. ഇനിയും പറയുന്നത് കേട്ടാട്ടോ. ഈ കൊച്ചൻ്റെ ഹൃദയത്തിനകത്തൊരു ചോദ്യം ഉണ്ടായി. ഈ ദൈവങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയത്തില്ല എങ്കിൽ എന്നെ രക്ഷിക്കുന്നവനായ ദൈവം ആരാണ്? അവൻ്റെ 15-ാമത്തെ വയസ്സിൽ, 20-ാമത്തെ വയസ്സിൽ, 30-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ, 50-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിൽ കോളേജിൽ പോയപ്പോൾ, കല്യാണത്തിന് പോയപ്പോൾ, കാളെ പൂട്ടിയപ്പോൾ അവൻ ചോദിച്ചു നടന്നു, ഈ ദൈവങ്ങൾക്ക് എന്നെ രക്ഷിക്കുവാൻ കഴിവില്ല എങ്കിൽ എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവം ആരാണ്? ദൈവം അവൻ്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു. എന്തുകൊണ്ട്? അവൻ നല്ലവനായിട്ടല്ല, അവൻ ചീത്ത മനുഷ്യനായിട്ടല്ല, അവൻ പാപിയായിട്ടല്ല, അവൻ മഹാപാപിയായിട്ടല്ല, അന്വേഷിക്കുന്ന ഒരു ഹൃദയം അവനുണ്ടായിരുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, ഞാനും നീയും അന്വേഷിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടി, എനിക്കറിയാം മിക്കവാറും എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്, അല്ലേ? നിങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടി, പക്ഷേ മതിയെന്ന് പറയരുത്.
പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ദാറ്റ് ഐ മേ നോ ഹിം, എനിക്ക് അവനെ അറിയാൻ ആഗ്രഹമുണ്ട്. എടാ, പൗലോസ് ആരാണ്? 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. എത്ര സ്വർഗമുണ്ടെന്ന് വേദപുസ്തകം പറയുന്നില്ല കേട്ടോ, പക്ഷെ 3 എണ്ണമെങ്കിലും കുറഞ്ഞതുണ്ട്, അതിൽ കൂടുതൽ കാണുമായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ദൈവം അവിടെ സംസാരിക്കുന്നത് കേട്ടു. യേശുവിൻ്റെ കൂടെ ഏകദേശം 3 വർഷം അറേബ്യയിലെ മരുഭൂമിയിലിരുന്ന് ബൈബിൾ ക്ലാസ് നേരിട്ട് കേട്ടവൻ അവൻ പറയുകയാണ്, ദാറ്റ് ഐ മേ നോ ഹിം. അവന് മതിയായിട്ടില്ല, മതിയാകരുത്. ദൈവത്തെ കുറച്ചുകൂടെ അറിയുവാൻ, യേശുവിനെ കുറച്ചുകൂടെ അറിയുവാൻ, അവൻ്റെ സ്പർശനമേൽക്കുവാൻ, അവൻ്റെ സ്നേഹ ചുംബനമേൽക്കുവാൻ, അവൻ്റെ ശ്വാസോച്ഛ്വാസം നിൻ്റെ നെറുകയിൽ പതിക്കുവാൻ ഒരാഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, ഐ വാണ്ട് ടു നോ യു എ ലിറ്റിൽ മോർ. അന്വേഷിക്കുന്നവനായോണ്ട് ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അബ്രഹാമേ, നീ നിന്റെ വീടും കൂടും വിട്ടും വെച്ച് ഞാൻ കാണിക്കാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോകുക. എഴുതിയെടുക്കാം. 1-ാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന, 2-ാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം. എഴുതിയോ? നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ ദൈവം പറയുന്നതെല്ലാം അനുസരിക്കണം. ഇഷ്ടമുള്ളതല്ല, സൗകര്യമുള്ളതല്ല. പിന്നെയോ ദൈവം പറയുന്നതെല്ലാം ലാഭമായാലും നഷ്ടമായാലും അനുസരിക്കാനുള്ള ഒരു വലിയ വാഞ്ച നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടാകണം. എനിക്കറിയാം എല്ലാം അനുസരിക്കാനൊക്കത്തില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും അനുസരിക്കാനൊക്കത്തില്ല, അല്ലേ? എല്ലാവർക്കും പക്ഷെ അനുസരിക്കാവുന്ന ഈ കാര്യങ്ങളെ ദൈവം നിങ്ങളോട് പറയത്തുള്ളൂ. അതാണ് എൻ്റെ പോയിന്റ്. നിങ്ങളോട് പറയുന്നത് അനുസരിക്കാനുള്ളതാണ്. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ 4 കാര്യം അബ്രഹാമിനെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്താണ്? നിൻ്റെ നാട്, വീട്, കൂടെയൊക്കെ വിട്ടും വെച്ച് ഞാൻ കാണിക്കാണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങ് അപ്പുറത്ത്. ഇപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, അമേരിക്ക പോകാൻ പറഞ്ഞാൽ പോവും, അതെനിക്കറിയാം. ജർമ്മനി പോകാൻ പറഞ്ഞാലും പോവും. ന്യൂസിലൻഡിൽ പോകാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പോവും. മംഗോളിയയ്ക്ക് പോകണമെന്ന് പറഞ്ഞാലോ? മംഗോളിയയെ പറ്റി അറിയാവുന്നവരേ ഉള്ളൂ. പോകത്തില്ല. ഞാനും പോകാൻ വിസമ്മതിക്കും. സത്യം പറയാം, അത്രയ്ക്ക് കഠിനമായ സ്ഥലമാണ് മംഗോളിയ. പക്ഷെ ദൈവം നിങ്ങളുടെയൊക്കെ പറയുകയാണെങ്കിൽ അവൻ്റെയൊക്കെ പറയാം, നീ പറയുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ച് രൂപയും കൊണ്ട് പോയിട്ട് വഴിയിൽ നമുക്ക് ചായ കുടിക്കാം, ആഹാരം കഴിക്കാം. അന്നത്തെ കാലത്ത് റെസ്റ്റോറൻ്റ് ഇല്ല, അന്നത്തെ കാലത്ത് നാണയമില്ല. പിന്നെ പോകുന്നിടത്ത് ആഹാരം എങ്ങനെ കഴിക്കും, എവിടെ കിടന്നുറങ്ങും? അവനതൊന്നും ചിന്തിച്ചില്ല. ദൈവം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുക. യേശുവിൻ്റെ അമ്മ പറഞ്ഞ അവസാനത്തെ വാചകം എന്താണ്? അവൻ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ, അബ്രഹാമിനോട് പറഞ്ഞു 4 കാര്യം. 4 കാര്യവും വാസ്തവത്തിൽ ഒരു കാര്യമാണ് കേട്ടോ. അത് 4ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ദൈവം ഒത്തിരി കാര്യം ഒരാളിനോട് ഒന്നിച്ച് പറയത്തില്ല. 1, അത് കഴിയുമ്പോൾ വേറൊന്ന്, അത് കഴിയുമ്പോൾ വേറൊന്ന്, അങ്ങനെ ഓരോന്നേ പറയത്തുള്ളൂ. ഒരു കാര്യം 4ആക്കി പറയുകയാണ്. നീ ഇവിടെ എല്ലാം വിട്ടുവെച്ച് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കാനുള്ള ഒരു വെമ്പലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. എനിക്ക് ചില വീടുകളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പം കണ്ണടയ്ക്കണമെന്ന് പോലും അറിയാം. അയ്യോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാത്ത സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയാം, വർഗീഷേ, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ തങ്കക്കുടമേ, ഞാൻ നിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് നീ കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ നിന്റെ വീട്ടിൽ കയറി വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നിനക്ക് അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. നിന്റെ തലയിൽ കൈവച്ചാൽ നിന്റെ തലയിൽ പുരട്ടിയിരിക്കുന്ന വെളിച്ചെണ്ണ എൻ്റെ കയ്യെ പെരളുമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല. അനുഗ്രഹം വേണമോ? അവൻ പറയുന്നത് അനുസരിച്ചിട്ട് മാറി നിൽക്കുക. നിന്റെ അനുഗ്രഹം നിന്റെ പിന്നാലെ വരും. താമസിച്ചിട്ടാണെങ്കിലും, അടിവരയിട്ട് എഴുതിയാട്ടെ, താമസിച്ചിട്ടാണെങ്കിലും നിന്റെ പിന്നാലെ വരും. 1-ാമത്തെ വാക്യത്തിനകത്ത് 4 കൽപ്പന, 2-ാമത്തെ വാക്യത്തിനകത്ത് 4 അനുഗ്രഹം. എന്താണ് അനുഗ്രഹം? 1, 2, 3, 4 നമുക്കൊന്ന് നോക്കാം. I will make you a great nation. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും. എഴുതിയെടുത്താട്ടെ. ദൈവത്തിൻ്റെ പക്കൽ സെക്കൻഡ് ക്വാളിറ്റി അനുഗ്രഹമൊന്നുമില്ല. ദൈവത്തിൻ്റെ പക്കൽ ബെസ്റ്റസ്റ്റ് ക്വാളിറ്റി ഉള്ളൂ. ഞാൻ 10ാം ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് എൻ്റെ ഇംഗ്ലീഷ് ഇച്ചിരി മോശമാണ്. അതുകൊണ്ടാണ് ബെസ്റ്റസ്റ്റ് എന്ന് പറഞ്ഞ്. അങ്ങനൊരു വാക്കില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. ദൈവത്തിൻ്റെ പക്കൽ സെക്കൻഡ് ക്വാളിറ്റി അനുഗ്രഹമില്ല. നീ എന്ത് വേണം? അവൻ പറഞ്ഞിരിക്കുന്നു 1, 2, 3, 4 അനുസരിച്ചിട്ട് ഇങ്ങോട്ട് മാറി നീക്കാമെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്നെ ആക്കി തീർക്കും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് ഇംഗ്ലീഷ് അറിയാമെന്ന് കാണിക്കാനല്ല. ഇംഗ്ലീഷിനകത്ത് കുറച്ചുകൂടെ സ്ഫുടമാണ്, കുറച്ചുകൂടെ വ്യക്തമാണ്. ഐ വിൽ മേക്ക് യു. മലയാളത്തിലും അങ്ങനെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ പറയുമ്പോഴേ അത് മനസ്സിലാവും. ഐ വിൽ മേക്ക് യു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതല്ല, ദൈവം പറയുന്നതെല്ലാം അനുസരിച്ച് കഴിഞ്ഞിട്ടാണ്. നീ മാറി നിൽക്കുന്ന സമയത്ത് നീ ഒന്നും ചെയ്യണമെന്നില്ല. നീ ഉപവസിക്കണമെന്നില്ല. ഉപവസിച്ചാട്ടെ, ഉപവസിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. നീ ട്രാക്റ്റ് കൊടുക്കണമെന്നുമില്ല. നീ ട്രാക്റ്റ് കൊടുക്കരുതെന്നല്ല ഞാൻ പറഞ്ഞ. ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചിട്ട് നീ മാറി കഴിയുമ്പോൾ ദൈവം നിന്നെ പണിയും. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. അവൻ നിന്നെ ആക്കി തീർക്കും.
ആളുകളുടെ ചോദിക്കും, വർഗീസിന് എങ്ങനെ അറിയാം? എൻ്റെ വേദപുസ്തകം അത് പറയുന്നു. നമ്പർ 1. നമ്പർ 2, എൻ്റെ ജീവിതത്തിനകത്ത് അവൻ എന്നെ ആക്കി തീർത്തു. 10ാം ക്ലാസ് മാത്രം പഠിച്ച കേരളത്തിലെ ഏറ്റവും കൊച്ചു ഗ്രാമത്തിൽ പിറന്ന എന്നെ ഈ നിലയിലാക്കി തീർത്തത് എൻ്റെ ദൈവമാണ്. അവൻ എന്നെ ആക്കി തീർത്തു. ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ചെറിയ നേഷനൊന്നുമല്ല, വലിയ നേഷൻ, വലിയ നേഷൻ, വലിയ ജാതിയാക്കി തീർക്കും. 2, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എൻ്റെ ചോദ്യം ചോദിക്കാൻ പോവാ, ഈ അനുഗ്രഹിക്കാനാണെങ്കിൽ ഈ നാട്ടിൽ വെച്ച് അങ്ങ് അനുഗ്രഹിച്ചാൽ പോരായോ? അല്ല, അന്യ നാട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ചിട്ട് എന്തുകൊണ്ട് ഇവിടെ അനുഗ്രഹിച്ചുകൂടാ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ബിംബങ്ങൾ നിറഞ്ഞതാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. മ്ലേച്ഛതയുടെ നടുവിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. എഴുതിയെടുത്താട്ടെ. മ്ലേച്ഛതയുടെ നടുവിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ സാധ്യമല്ല. അനുഗ്രഹം വേണമോ? മ്ലേച്ഛത വിട്ടിട്ട് മാറി നിൽക്കണം. ഒരിക്കൽ എന്നെ ഒരു സഹോദരി കാണാൻ വന്നു. ഒരു ആൻറ്റിയാണ്. എനിക്കന്ന് 34 വയസ്സേ ഉള്ളൂ. ഒരു 55 വയസ്സുള്ള ഒരു ആൻറ്റി എന്നെ കാണാൻ വന്നു ജമ്മുവിൽ. എൻ്റെയൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കൂടെ സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ അവിടുത്തെ സുവിശേഷ വേലക്കാരനും എൻ്റെയൊക്കെ പറഞ്ഞു, നമുക്ക് ഈ ആൻറ്റിയെ കൂടെ എടുക്കാം കേട്ടോ, നല്ല ആൻറ്റിയാണ്. അവർ പിന്നെ ഇങ്ങനെ അവർ വരാമെങ്കിൽ അവരുടെ കൂടെയുള്ള കുറേയേറെ പേരും നമ്മുടെ സഭയിലോട്ട് വരും. ഞാൻ ചോദിച്ചു, എവിടെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്? IPC പ്രവർത്തിച്ചിട്ടുണ്ട്, അവിടുത്തെ പ്രവർത്തിച്ചിട്ടുണ്ട്, എല്ലാ പെന്തിക്കോസ് സഭയിലും പ്രവർത്തിച്ചു. അവസാനം ഞങ്ങളുടെ കൂടെ വന്നിരിക്കുക. ഞാൻ പറഞ്ഞു, വേണ്ട ആൻറ്റി, വേറൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട ആൻറ്റി, വേണ്ട ആൻറ്റി അവിടെ പോയി നിന്നാട്ടെ. അപ്പം മറ്റേ എൻ്റെ കൂടെ വന്ന പാസ്റ്റർ പറഞ്ഞു, എടുത്താട്ടെ കേട്ടോ. അവരെ കണ്ടോ, നല്ല സൂപ്പർ പെന്തിക്കോസ്, സാരി പെന്തിക്കോസ് എന്ന് വെച്ചാൽ വെളുത്തത്, ബ്ലൗസ് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ വെളുത്തത്, തലമുടി പോലും വെളുത്തത്, ചെരുപ്പും വെളുത്തത്, സൂപ്പർ പെന്തിക്കോസ് എടുക്കാം. ഞാൻ പറഞ്ഞു, വേണ്ട. അവരൊക്കെ പോയി. എൻ്റെ ഈ സുവിശേഷ വേലക്കാരൻ എന്നോട് ഇച്ചിരി നീരസമൊക്കെ ഉണ്ടായി. 3 മാസം കഴിഞ്ഞു. ആ ആൻറ്റി ഒരു ദിവസം മുറിയിൽ കിടന്നുറങ്ങിയ, താഴെ കിടന്നുറങ്ങിയാണ്. താഴെ കിടന്നുറങ്ങുന്ന സമയത്ത് മേളിലത്തെ ഉത്തരം ഒടിഞ്ഞു. അവിടുത്തെ വീടിൻ്റെയൊക്കെ നടുക്കൂട് ഉത്തരങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാം കോൺക്രീറ്റ് ആയിപ്പോയി. ഉത്തരം ഒടിഞ്ഞിട്ട് അതിൻ്റെ ഒരറ്റം വന്ന് അടിച്ചത് ഈ ആൻറ്റിയുടെ തലയിലായിരുന്നു. മുട്ട പൊട്ടുന്നത് പോലെ തല പൊട്ടി ചത്തുപോയി. ആ ആൻറ്റിയെ കുഴിച്ചിടാനായിട്ട് കുളിപ്പിക്കാൻ കൊണ്ടുവന്നപ്പം അരയിൽ 2 ഏലസ്. സാധാരണക്കാർക്ക് 1 ഉള്ളൂ. ഇത് സൂപ്പർ പെന്തിക്കോസ് ആയതുകൊണ്ട് 2 എണ്ണം. ഇവിടെ ആരുടെയെങ്കിലും അരയിൽ ഏലസ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പൊട്ടിക്കരുത്, വീട്ടിൽ ചെന്നേ പൊട്ടിക്കാവൂ. ദൈവം നിന്നെ പറയുന്നത് മനസ്സിലായട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ മ്ലേച്ഛതയിൽ നിന്ന് മാറി നിൽക്കണം, പാപത്തിൽ നിന്ന് മാറി നിൽക്കണം. വീട്ടിലെന്തെങ്കിലുമൊക്കെ കൊണ്ടാവേണ്ടി ഒപ്പിച്ച് വെച്ചിട്ട്, നിന്റെ ഫോണിനകത്ത് എന്തെങ്കിലുമൊക്കെ കൊണ്ടാവേണ്ടി ഒപ്പിച്ച് വെച്ചിട്ട്, വേറെ ആരുടെയെങ്കിലുമൊക്കെ അന്യായമായിട്ട് സമ്പാദിച്ച് വെച്ചിട്ട് കടവുളെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കാൻ ദൈവം പോഷനല്ല. എൻ്റെ വാക്കുകൾ ദൈവം ക്ഷമിക്കട്ടെ. അനുഗ്രഹിക്കും, പക്ഷെ മാറി നിൽക്കുക, പാപത്തിൽ മറിക്കുക. ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. 3, നിന്റെ പേര് ഞാൻ വലുതാക്കാം. എഴുതിക്കാട്ടെ. 3ാമത്തെ അനുഗ്രഹം, ഞാൻ നിന്റെ പേര് വലുതാക്കാം. എന്താണ് അവൻ്റെ പേര്? അബ്രാം. 2 അക്ഷരം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയാണെങ്കിൽ, മോൻ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു, ഞാൻ മറന്നുപോയി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എബ്രായ ഭാഷയിൽ 4 അക്ഷരമാണ്. മലയാളത്തിൽ എഴുതിയ അബ്രാം 2 അക്ഷരം. എബ്രായ ഭാഷയിൽ 4 അക്ഷരമാണ്. പോട്ടെ, 2, 3, 4 അക്ഷരം. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞ്, ഞാൻ നിന്റെ പേര് വലുതാക്കാം. വലുതാക്കിയോ? ആക്കി. കുറച്ചുകൂടെ അങ്ങോട്ട് നടന്നു പോയപ്പോൾ ദൈവം അവൻ്റെ പേര് അബ്രഹാം എന്നാക്കി. ഒരു വാക്കുകൂടെ ഇടയ്ക്ക് ചേർത്തു, റാ. എന്താണ് അവൻ്റെ പേര്? അബ്രഹാം. അബ്രഹാം പേര് വലുതാക്കി. ദൈവം വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. അല്പം സമയമെടുത്താലും സംഭവിക്കും. കുറേ സമയമെടുത്തു. ദൈവം പറഞ്ഞ് കുറച്ചേറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവൻ്റെ പേര് വലുതാക്കി. തീർന്നില്ല. അബ്രഹാം ഒരു ദിവസം മരിച്ചു കഴിഞ്ഞപ്പോഴായിരിക്കും ദൈവത്തിന് ഓർമ്മ വന്നത്, എടാ ഞാൻ അവൻ്റെ ഒക്കെ പറഞ്ഞായിരുന്നു അവൻ്റെ പേര് വലുതാക്കാവുന്ന ആക്കി. പക്ഷെ ദൈവത്തിന് തൃപ്തി വന്നില്ല. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നീ ദൈവത്തെ അനുസരിച്ച് നടക്കാമെങ്കിൽ നിന്നെ അനുഗ്രഹിച്ച് ദൈവത്തിന് തൃപ്തി വരാത്ത ഒരവസ്ഥയിൽ ദൈവത്തെ എത്തിക്കാം. ആരും ഒരു സ്തോത്രം പറഞ്ഞില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി പറഞ്ഞത്. നീ ദൈവത്തെ അനുസരിച്ച് നടക്കാമെങ്കിൽ ദൈവത്തിന് നിന്നെ അനുഗ്രഹിച്ചിട്ട് തൃപ്തി വരാത്തതുപോലെ നിന്നെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് കുറച്ച് ദൈവം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയവൻ്റെ പേര് വലുതാക്കാമെന്ന് ഞാൻ പറഞ്ഞ് ആക്കി. പക്ഷേ മതിയായില്ല, കുറച്ചുകൂടി വലുതാക്കാം. അവൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ പേരാക്കി എൻ്റെ സ്നേഹിതൻ, ദൈവത്തിൻ്റെ സ്നേഹിതൻ. മരിച്ചു കഴിഞ്ഞിട്ട്
ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവം എന്തെങ്കിലും വാക്ക് പറഞ്ഞാൽ അവൻ പിന്നെയും അത് നിവർത്തിച്ചു കൊണ്ടേയിരിക്കും. പറഞ്ഞു, എന്നിൻ്റെ പേര് വലുതാക്കാം. 4, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞാൽ, ഇനി എന്നെ നോക്കിയാട്ടെ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നീ അനുഗ്രഹ കട്ടയായിട്ട് മാറും. You will become the solid blessing. നീ അനുഗ്രഹത്തിൻ്റെ തീജ്വാലയായിട്ട് മാറും. നീ അനുഗ്രഹമായി മാറും. ഞാൻ കട്രായിലായിരിക്കുന്ന സമയം, കട്രായ എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ മിഷൻ ഫീൽഡ്, കാശ്മീരിലെ ആദ്യത്തെ മിഷൻ ഫീൽഡ്, ഇവിടുത്തെ ശബരിമല എന്ന് പറയുന്നത് പോലുള്ള സ്ഥലം. ഒരൊറ്റ ക്രിസ്ത്യാനിയും ഇല്ലാത്ത സ്ഥലത്തോ ഞാൻ പോയി. നിങ്ങൾ അവിടെ പോകണം കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ടാണ് ആദ്യത്തെ ഒരു ക്രിസ്ത്യാനി ഉണ്ടായത്. ഇപ്പോഴവിടെ 8 സഭയുണ്ട്. ഒരു കൊച്ചു പട്ടണം 8 സഭയുണ്ട്, 5 പള്ളിയുണ്ട്. ഈ 50 വർഷത്തിനകത്തുള്ളതാണ്. 5 പള്ളിയുണ്ട്, കെട്ടിടമുണ്ട്, 5 പള്ളിയുണ്ട്. അതിനകത്ത് ചിലപ്പം ഏറ്റവും ചെറിയ സഭ ഞങ്ങളുടെ ആയിരിക്കും ഏറ്റവും ചെറുത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാം. അപ്പം ഞാൻ കട്രായിൽ എഴുന്നേറ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ ഭാര്യ അനുഗ്രഹിക്കണം, മോനെ അനുഗ്രഹിക്കണം, സഭയെ അനുഗ്രഹിക്കണം. തീർന്നു. ദൈവം എൻ്റെ പറഞ്ഞു, വർഗീസേ, നീ അനുഗ്രഹിക്കപ്പെട്ട ആർക്കും കൊള്ളാം, നിനക്കും കൊള്ളാം. എന്നാൽ നീ അനുഗ്രഹമായി കഴിഞ്ഞാൽ, ഇതവിടെ പറഞ്ഞിരിക്കുന്നു, നീ മൂലം നിൻ്റെ ദേശം അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ട് പറഞ്ഞു വർഗീസ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കരുത്. ആ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് പ്രെയർ. അതൊരു നല്ല പ്രാർത്ഥനയല്ല. എന്താണ്? ദൈവം എന്നെ അനുഗ്രഹിക്കണം, പെമ്പിളെ അനുഗ്രഹിക്കണം, എന്നെ കൊച്ചിനെ അല്ല. ദൈവം എന്നെ അനുഗ്രഹമാക്കി തീർക്കണമേ. ഞാൻ അനുഗ്രഹമായി കഴിയുമ്പോൾ, ഞാൻ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ വീടിന് അനുഗ്രഹം കിട്ടും. ഞാൻ ഏതെങ്കിലും കടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ കടയ്ക്ക് അനുഗ്രഹം കിട്ടും. ഞാൻ ആരുടെയെങ്കിലും 10 രൂപ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുഗ്രഹം കിട്ടും. ഞാൻ ആരുടെയെങ്കിലും വീട്ടിൽ ചെന്ന് ചോറുണ്ട് കഴിഞ്ഞാൽ അവർക്ക് അനുഗ്രഹം കിട്ടും. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ. അനുഗ്രഹിക്കണമേ എന്നല്ല, എന്നെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ എൻ്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കണം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സഭയെ അനുഗ്രഹം പ്രാപിക്കണം. ഞാൻ പാസ്റ്ററല്ല, ഞാൻ ഡൽഹിയിൽ ഒരു സഭയിലാണ് പോകുന്നത്. ഞങ്ങളുടെ തന്നെ സഭയാണ്, പക്ഷെ ഞാൻ അവിടെ പോകുന്നു ടാമറിനും കൊണ്ടാണ് പോകുന്നത്. ആരാധിക്കുന്ന സമയത്ത് ഞാൻ ടാമറിനടിച്ച് പാട്ട് പാടും. പാസ്റ്റർ പ്രസംഗിക്കും. എൻ്റെ കയ്യിൽ അവസാനം ആശീർവാദം പറയും. ഞാനൊരു വാചകം പറഞ്ഞിട്ട് ആശീർവാദം പറഞ്ഞിട്ട് പോരും. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഞാൻ ചെല്ലുന്ന സഭ അനുഗ്രഹം പ്രാപിക്കണം. ഞാനിവിടെ വന്നത് കാരണം ഈ സ്ഥലം അനുഗ്രഹം പ്രാപിക്കണം, ചെറ്റുകൂടി അനുഗ്രഹം പ്രാപിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവം പറഞ്ഞാണ്, നീ മൂലം മനുഷ്യവർഗം അനുഗ്രഹം പ്രാപിക്കണം, നീ മൂലം നീ ചെല്ലുന്ന സഭകൾ അനുഗ്രഹം പ്രാപിക്കണം. അബ്രഹാമിൻ്റെ സന്തതി ഇസ്രായേലിലുള്ളവർ കാരണം ലോകം മുഴുവൻ അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ബാൾപെൻ കണ്ടുപിടിച്ച ആരാന്നറിയോ? യഹൂദൻ. ബാൾപെൻ. നിങ്ങളിട്ടിരിക്കുന്ന ജീൻസ് കണ്ടുപിടിച്ചത് ആരാന്നറിയാം? യഹൂദൻ. നിങ്ങളുടെ വീട്ടിലുള്ള ചോറുണ്ണുന്ന സ്റ്റീൽ പ്ലേറ്റ് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാം? യഹൂദൻ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിനകത്ത് ചിപ്സ് കണ്ടുപിടിച്ചത് ആരാണെന്നറിയാം? യഹൂദൻ. നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടറിനകത്ത് ചിപ്സ് കണ്ടുപിടിച്ച ആരാണെന്നറിയാം? യഹൂദൻ. വിമാനത്തിൽ ആകാശത്തിൽ ഓടുന്ന വിമാനത്തിനകത്ത് എഞ്ചിനകത്ത് പല ഭാഗങ്ങളും കണ്ടുപിടിച്ചാൽ യഹൂദൻ. എന്താ കാരണം? ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞു, നീ മൂലം ദേശം അനുഗ്രഹം പ്രാപിക്കണം. സഹോദര നീ കാരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അബ്രഹാമിന് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്, മോനെ ഞാൻ പറയുന്നത് നീ അനുസരിച്ച് നടക്കാമെങ്കിൽ നീ അനുഗ്രഹത്തിനൊരു മുഖാന്തരമായി തരും. മനസ്സിലായോ? ഒന്നാമത് പ്രത്യക്ഷപ്പെട്ടത് അനുസരിക്കുക, അനുഗ്രഹമായി തീരുക. അനുഗ്രഹമായി കഴിയുമ്പോൾ നീ ദേശത്തിനൊരു അനുഗ്രഹമായി തരും. 3-ാമത്തെ വാക്യത്തിൽ ദൈവം തുടരുകയാണ്, നീ അനുഗ്രഹമായി കഴിയുമ്പോൾ. എഴുതിയാട്ടെ, കണ്ടീഷൻ അതാണ്. നീ അനുഗ്രഹമായി കഴിയുമ്പോൾ. അത് പലരും വിട്ടുപോകുന്നു. 3-ാമത്തെ വാക്യം എടുത്ത് പറയും അല്ല. 2-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വന്ന് കഴിയുമ്പോൾ, നീ അനുഗ്രഹമായി കഴിയുമ്പോൾ നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. ദൈവം പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കണമോ? ഇത് കേട്ടാട്ടെ, വ്യവസ്ഥ കേട്ടാട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങളങ്ങ് അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ വല്ലവരും അറിയാൻ വയ്യെങ്കിൽ ഒരു കാര്യം ചെയ്യും, മൊബൈൽ ഫോൺ എടുക്കുക, എൻ്റെ ഫോട്ടോ എടുത്ത് കൈവച്ചു, രാവിലെ അതേ നോക്കി അങ്ങ് അനുഗ്രഹിച്ചാൽ മതി. ഞാൻ പറഞ്ഞതല്ല, ഉടയ തമ്പുരാൻ പറഞ്ഞതാണ്. അബ്രഹാമേ, നീ അനുഗ്രഹമായി കഴിയുമ്പോൾ നിന്നെ ആരെങ്കിലും അനുഗ്രഹിച്ചാൽ, യാക്കോബക്കാരനെ അനുഗ്രഹിച്ചാൽ, ഓർത്തഡോക്സിനെ അനുഗ്രഹിച്ചാൽ, കത്തോലിക്കനെ അനുഗ്രഹിച്ചാൽ, പെന്തിക്കോസ്തുകാരനെ അനുഗ്രഹിച്ചാൽ, പാസ്റ്റർ അനുഗ്രഹിച്ചാൽ, വിശ്വാസി അനുഗ്രഹിച്ചാൽ, ആരെങ്കിലും അനുഗ്രഹിച്ചാൽ ഞാൻ അവനെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു കുറുക്കു വഴിയാണ് അനുഗ്രഹിക്കപ്പെട്ടവനെ അനുഗ്രഹിക്കുക. പോൾ ദിനകരനെ അനുഗ്രഹിക്കണമേ കർത്താവേ. പാസ്റ്റർ കെ സി ജോണിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 പേരെ ദിവസവും അനുഗ്രഹിക്കുക. അവരെ കാണുമ്പോൾ 1 രൂപ തരിക. ഞാൻ ഇറങ്ങി പോകുമ്പോൾ എനിക്ക് 1 രൂപ തന്നാൽ ഞാൻ വാങ്ങിക്കും.
10 രൂപ എന്നാൽ വാങ്ങിക്കത്തില്ല. 1 രൂപ ആരെങ്കിലും തന്നാൽ വാങ്ങിക്കും. ഞാൻ തരിക. 1 രൂപ കൊടുത്ത് അനുഗ്രഹിക്കുക. 10 രൂപ കൊടുത്ത് നിങ്ങളുടെ കഴിവ് പോലെ. ഞാൻ 10 രൂപ എന്നാൽ വാങ്ങിക്കത്തില്ല. ഇന്ന് 1 രൂപ എന്നാൽ വാങ്ങിക്കും. കുറച്ച് രൂപ കൊടുത്ത് അനുഗ്രഹിക്കുക. ഒരു ജോഡി വസ്ത്രം കൊടുത്ത് അനുഗ്രഹിക്കുക. വീട്ടിൽ വിളിച്ച് ചോറ് കൊടുത്ത് അനുഗ്രഹിക്കുക. PG വർഗീസിന് വരാൻ സാധ്യമല്ലായിരിക്കാം, പക്ഷെ വരാൻ കഴിയുന്ന ദൈവദാസന്മാരുണ്ട്, അനുഗ്രഹമായി കഴിഞ്ഞവർ. പട്ടിണിയും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരല്ല, രൂപ പിരിക്കാൻ മാസം തോറും കയറി ചെല്ലുന്നവരല്ല. എന്നോട് ക്ഷമിക്കണം കേട്ടോ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ. പിന്നെ ആരാണ് അനുഗ്രഹമായി മാറിക്കഴിഞ്ഞവരെ? അനുഗ്രഹിച്ചാൽ ഉടേ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, യഹോവയായ ദൈവം, ഞാൻ അവരെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെടുവാൻ അനുഗ്രഹമായി മാറിയവരെ അനുഗ്രഹിക്കുക. 3-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, അനുഗ്രഹമായി കഴിഞ്ഞ നിന്നെ ആരെങ്കിലും ശപിച്ചാൽ, ആരെങ്കിലും, യാക്കോബക്കാരൻ, IPCക്കാരൻ, അസംബ്ലീസ് കൂടുകാരൻ, പെന്തക്കോസ്തുകാരൻ, ചർച്ച കൂടുകാരൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സഭകൾ, ക്രൈസ്തവൻ, അക്രൈസ്തവൻ, ആരെങ്കിലും ശപിച്ചാൽ ദൈവം പറയാണ്, ഞാൻ അവരെ ശപിക്കും. ഞാൻ 1901 ഇത് പഠിക്കുന്നത്. 1991 ഞാനിത് പഠിക്കുന്നത്. പേടിച്ചു പോയി ഞാൻ. കാരണം ഞാൻ ചിലരെയൊക്കെ ശപിച്ചു പോയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാസ്റ്റർമാർ ആഹാരം കഴിഞ്ഞ് വെച്ച് ഒന്നിച്ചു കൂടിയിരുന്ന് മറ്റുള്ളവരുടെ ഒരു കുറ്റം പറയുന്ന ഇടപാട് വടക്കേ ഇന്ത്യയിലുള്ള മലയാളി ഉപദേശിമാർക്കുണ്ട്, ഇവിടെ ഉള്ളവർക്കില്ല. അന്നേരം അവർ പറയുമ്പോൾ ഞാനൂടെ അങ്ങ് കൂട്ടിച്ചേർത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ ശരിയാ, എനിക്കും അറിയാം, ആ ചെയ്തത് മണ്ടത്തരമായിപ്പോയി. എനിക്ക് മനസ്സിലായി, ദൈവം എന്നെ ശപിക്കണം. കാരണം ഇവിടെ പറയുകയാണ്, ആരെങ്കിലും അബ്രഹാമേ നീ അനുഗ്രഹമായി കഴിഞ്ഞിട്ട് നിന്നെ ആരെങ്കിലും ശപിച്ചാൽ ഞാൻ അവനെ ശപിക്കും. പേടിച്ചുപോയി. എനിക്ക് ശപിക്കപ്പെടാൻ ഇഷ്ടമല്ല. എൻ്റെ ഭിത്തിയിൽ ഒരു കലണ്ടർ കിടപ്പുണ്ടായിരുന്നു, ഞാനത് തിരിച്ചിട്ടു. അതിൻ്റെ മറുവശം empty-യാണ്, ബ്ലാങ്കാണ്. ഞാൻ എൻ്റെ പേന എടുത്ത് എഴുതി വെച്ചു, പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ് സംബഡി ഹൂ ഇസ് നോട്ട് പ്രസൻറ്റ് ഹിയർ. ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിൻ്റെയും കുറ്റം പറയാൻ പാടില്ല. നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിൽ വരണം, ഇപ്പോഴും പ്രിൻ്റ് ഔട്ട് അവിടെയുണ്ട്. നിങ്ങൾ എൻ്റെ ഓഫീസിൽ വരണം, അവിടെ പ്രിൻ്റ് ഔട്ട് ഉണ്ട്. ഇവിടെ സന്നിഹിതരല്ലാത്ത ഒരാളിൻ്റെ കുറ്റം പറയാൻ പാടില്ല. ഒരിക്കലും ഞാൻ നാട്ടിൽ വന്നു, കോട്ടയത്ത്. ഈ ജോൺസൺ ബ്രദറും എല്ലാം കൂടെ വണ്ടിക്കകത്ത് സാധനങ്ങൾ ലോഡ് ചെയ്യുകയാണ്. ഞാൻ ലോഡ് ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല. അവർ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇരുന്നാൽ മതി. അപ്പോൾ എനിക്കൊരു കാപ്പി കുടിക്കണമെന്നൊരാഗ്രഹം. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, സാധനം ലോഡ് ചെയ്തിട്ട് കഞ്ഞിക്കുഴിയിൽ നിന്ന് കോട്ടയത്തിന് പോകണം. ഞാൻ റോഡ് സൈഡിൽ കാണും, ഞാനൊരു കാപ്പി കിട്ടുന്നിടത്ത് പോയി കാപ്പി കുടിക്കാം. റോഡ് സൈഡിൽ കാണും. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 2 പേര് അവിടെ നിൽക്കുന്നു. അവരെന്നെ സൂക്ഷിച്ച് നോക്കിയിട്ട് ചോദിച്ചു, PG വർഗീസ് അല്ലയോ? ഞാൻ പറഞ്ഞു ആന്നോ. എന്താ നടന്നു പോകുന്നേ? ഞാൻ പറഞ്ഞു ഓടാൻ വയ്യാഞ്ഞിട്ട്. അതല്ല ചോദിച്ചേ, ഇങ്ങനെ. അപ്പം ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെ വണ്ടി വരുന്നത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഓഫീസാണ്, ഇങ്ങോട്ടൊന്ന് കയറിക്കേ. ഞാൻ പറഞ്ഞു എനിക്ക് കയറാനൊക്കത്തില്ല, വണ്ടി വരുമ്പോൾ അവരെന്നെ കണ്ടില്ലെങ്കിൽ അവരങ്ങ് പോവും. ഞാനൊരു കാപ്പിക്കട നോക്കി നടക്കുക. അവർ നിന്നാട്ടെ. അവർ ഓടിച്ചെന്നു. അന്നത്തെ കാലത്ത് ഒരു ടേപ്പ് റെക്കോർഡറുണ്ട്, ഒരു കൊച്ചു ടേപ്പ് റെക്കോർഡർ, വാക്ക്മാൻ എന്ന് പറയും. അതെടുത്തുകൊണ്ട് വന്ന് എൻ്റെ വായിലോട്ട് വെച്ചിട്ട് ചോദിക്കുക, കഴിഞ്ഞ ആഴ്ച KP യോഹന്നാൻ ബിഷപ്പായി, എന്തുവാ അതിനെപ്പറ്റി അഭിപ്രായം? You are asking the right question to the wrong person. നിങ്ങൾ ശരിയായിട്ടുള്ള ചോദ്യം തെറ്റായിട്ടുള്ള മനുഷ്യനോടാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചോദ്യം ശരിയായിട്ടുള്ള മനുഷ്യനോട് ചോദിക്കുന്നത്. KP യോഹന്നാൻ എൻ്റെ വേലക്കാരനല്ല, ഞാൻ ആരാൾ അദ്ദേഹത്തെ കുറ്റം പറയാൻ? ആരുടെ വേലക്കാരനാണോ അവർ ചോദിക്കട്ടെ. ഞാൻ പറയത്തില്ല. ദൈവദാസന്മാരെ കുറ്റം പറയുന്നത് 1991 ഞാൻ നിർത്തി. എനിക്ക് 5 മക്കളാണ്. എൻ്റെ 5 മക്കളിൽ ഒരാൾ പോലും ഒരു ദിവസത്തേക്ക് പോലും പിഴയായില്ല. എന്താ കാരണമെന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. എൻ്റെ 5 മക്കളിൽ ആരും ബിയർ പാർലറിൽ പോയില്ല, ഷർട്ട് വലിക്കാൻ പോയില്ല, വൃത്തിയോട് കാണിക്കാൻ പോയില്ല. എന്താ കാര്യം? ഹല്ലേലൂയ. എൻ്റെ വീട്ടിൽ ദൈവദാസന്മാരുടെ കുറ്റം പറയുന്നില്ല. ഞാൻ ഉൽപ്പത്തി പുസ്തകം 12:3 അനുസരിക്കുന്നത് കാരണം ഞങ്ങളുടെ സംഘടനയാണ് ഏറ്റവും കൂടുതൽ അക്രൈസ്തവരെ സ്നാനപ്പെടുത്തുന്ന സംഘടനകളിൽ ഒന്ന്. കഴിഞ്ഞ വർഷത്തിൽ 11,500 അക്രൈസ്തവരെ സ്നാനപ്പെടുത്തി. ആളുകൾ എൻ്റെ ചോദിക്കും എന്താ കാര്യം? എൻ്റെ ഓഫീസിൻ്റെ ഭിത്തിയിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു, ഇവിടെ സന്നിഹിതരില്ലാത്ത ഒരാളിൻ്റെ കുറ്റം പറയരുത്. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇതാ അബ്രഹാമിൻ്റെ ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നു, അനുഗ്രഹിക്കുക, ശപിക്കരുത്. ഇതുവരെ ശപിച്ചു പോയിട്ടുണ്ടോ? ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഡോക്ടർ KP യോഹന്നാൻ ബിഷപ്പായത് ശരിയോ തെറ്റോ അത് ദൈവവും അദ്ദേഹമായിട്ട് തീരുമാനിക്കട്ടെ. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. 2, രണ്ടാമത്തെ ദർശനം കർത്താവേ എവിടെയാണ്? 13-ാമത്തെ അധ്യായം 13-ാമത്തെ അധ്യായം അതിൻ്റെ 13-14 വാസികൾ
വാക്യങ്ങൾ. സോദോം നിവാസികൾ ദുഷ്ടന്മാരും യഹോവയുടെ മുമ്പാകെ മഹാഭാവികളുമായിരുന്നു. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. 15 നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. പഠിക്കേണ്ട ഒരു ഭാഗം. ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടു. അബ്രഹാം പുറപ്പെട്ടു. പോയപ്പോൾ അനന്തരവനെ കൂടെ കൊണ്ടുപോയി. സഹോദരപുത്രനാണ്. അബ്രഹാമിൻ്റെ അനുജൻ്റെ മകനാണ് ലോത്ത്. അവർ രണ്ടുപേരും കൂടെ യാത്രയായി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അബ്രഹാമിന് മനസ്സിലായി അവൻ്റെ കൂടെ നടക്കുന്നത് ശരിയല്ല, ആൾ മോശമായിട്ടല്ല, അവരുടെ സ്വത്ത് അതിനും വേണ്ടി അങ്ങ് വർദ്ധിച്ചു. അതുകൊണ്ട് രണ്ടായിട്ട് പിരിയേണ്ടത് ആവശ്യമായി. ആട്ടിനെ തീറ്റിയാണ് ജോലി. എല്ലാ ആടുകളെയും ഒന്നിച്ചു കൊണ്ടുനടന്ന് ആഹാരം കൊടുക്കാൻ, പോച്ച കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. എങ്ങോട്ട് പിരിയണം? ലോത്ത് തല ഉയർത്തി നോക്കി നീരോട്ടമുള്ള പ്രദേശമൊക്കെ കണ്ടു. ഈജിപ്തിലായിരിക്കുമ്പം കണ്ടുപഠിച്ചതാ നീരോട്ടമുള്ള പ്രദേശം. അവിടെ നൈൽ നദിയുണ്ട്. നൈൽ നദിയുടെ തീരത്ത് നല്ല കൃഷിയാണ്. ഞങ്ങളവിടെ പോയിട്ടുണ്ട്, പല പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇതെല്ലാം എനിക്ക് വേണം. അബ്രഹാം വിചാരിച്ചു എന്തോന്നറിയാം, എൻ്റെ അനന്തരവനിൽ ഞാൻ അവനെ വളർത്തിയേ. അപ്പൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനാണ് അവനെ വളർത്തിയത്. അതുകൊണ്ട് അവൻ പകുതി എനിക്ക് തരാതിരിക്കത്തില്ല. അവൻ ഇങ്ങനെ പറഞ്ഞേക്കാം, അപ്പച്ചനില്ലയോ എന്നെ വളർത്തിയത്, അപ്പച്ചൻ തന്നെ അങ്ങ് തിരഞ്ഞെടുത്താട്ടെ. വേണമെങ്കിൽ അബ്രഹാമിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. അബ്രഹാം ആരാണ്? കുടുംബത്തലവനാണ്. ഇന്നത്തെ കാലമല്ല, 3500 വർഷത്തിന് മുമ്പാ. അവനാണ് കുടുംബത്തലവൻ. രാജാവിനെ പോലെയാണ്. തീരുമാനിക്കാം, ലോത്തേ ഞാൻ ഈ സ്ഥലത്തിൻ്റെ 3/4 ഭാഗം എടുക്കുന്നു, 1/4 ഭാഗം നിനക്ക്. വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ നല്ലവനായ അബ്രഹാം ലോത്തിന് അവസരം കൊടുത്തു. ലോത്ത് ക്രൂരമായിട്ട് ഇടപെട്ടു. നല്ല ഭൂമിയൊക്കെ അവൻ എടുത്തിട്ട് കുറേ മൊട്ടക്കുന്നുകൾ, മരുഭൂമി മാത്രം അബ്രഹാമിന് കൊടുത്തു. അബ്രഹാം അവിടെ ഇരിക്കുക. ലോത്ത് അങ്ങ് പോയി. ഇരിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ഭാര്യ വന്ന് ചോദിച്ചു, അച്ചായ എന്തുവായി കാണിച്ചേ? അച്ചായ നല്ല ഭൂമിയൊക്കെ ലോത്ത് കൊണ്ടുപോയി. ഇനി എത്ര വേലക്കാരുണ്ടെന്നറിയായക്ക്? ഏകദേശം 1000 പേര്, പുരുഷന്മാർ 500 പേര്, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാര്യമാർ. ഈ 1000 പേർക്ക് എവിടുന്ന് ചോറ് കൊടുക്കും? ഇസ്രായേലിൽ ചോറില്ല, ഗോതമ്പാണ്. എവിടുന്ന് ചപ്പാത്തി കൊടുക്കും? എവിടുന്ന്? ഇനി നമ്മളെന്തുവാ കൃഷി ചെയ്യുന്നത്? ഈ ആടിനൊക്കെ എവിടുന്ന് പോച്ചെടുക്കുക? അയ്യോ, ഈ അച്ചായൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കാനുള്ള ഗതികേട് എനിക്ക് ഉണ്ടാവില്ല. എന്തുവാ അച്ചായ കാണിച്ചേ? അബ്രഹാം തല കുനിച്ചിരുന്ന് കാണാം. ശരിയാ അവൾ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴാ വേലക്കാരെല്ലാം കൂടെ ഒരു നാട്ടിടയന്മാർ എല്ലാവരും റെസിഗ്നേഷൻ ലെറ്റർ എഴുതിക്കൊണ്ട് വരിക. ഞങ്ങൾ സലാം പറയുകയാണ്. ഈ ആടിനെ ഞങ്ങൾ അങ്ങനെ തീറ്റും, ഞങ്ങൾക്ക് എവിടുന്ന് ആഹാരം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ. അബ്രഹാം വിചാരിച്ചു കാണും, അവരും പറയുന്നത് ശരിയാണ്. ഈ ആടുകളെ എങ്ങനെ തീറ്റും? എവർക്ക് ഞാൻ എങ്ങനെ ആഹാരം? അവൻ തല കുനിച്ച്, ഏതോ ദിവസത്തിൽ എഴുതിയിട്ടുണ്ട്, തല കുനിച്ചിരിക്കുകയാണ്. അവൻ തല കുനിച്ചിരിക്കുമ്പോൾ ദൈവം അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, തല ഉയർത്തി നോക്കിയാട്ടെ. എൻ്റെ ദൈവം എന്തിനാണ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത്? അവൻ കണ്ടു, എൻ്റെ സ്നേഹിതൻ, എൻ്റെ കൽപ്പന അനുസരിച്ചവൻ, ഞാൻ പറഞ്ഞത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും അനുസരിച്ചവൻ തല കുനിച്ചിരിക്കുന്നു. അവൻ്റെ തല ഉയർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. നിങ്ങൾ തല കുനിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഭർത്താവ് കാണിച്ച ഒരു അബദ്ധം കാരണം, നിങ്ങളുടെ ഭാര്യ കാണിച്ച ഒരു അബദ്ധം കാരണം, നിങ്ങളുടെ മകൻ കാണിച്ച ഒരു അബദ്ധം കാരണം, നിങ്ങളുടെ മകൾ കാണിച്ച ഒരു അബദ്ധം കാരണം, നിങ്ങൾ കാണിച്ച ഒരു അബദ്ധം കാരണം നിങ്ങൾ തല കുനിച്ചിരിക്കുകയാണോ? കടക്കാരുടെ മുമ്പിൽ പത്തനംതിട്ടക്കാരെങ്കിലും ഉണ്ടെങ്കിൽ പത്തനംതിട്ട എന്തോടെ ജോസിൻ്റെ വീട്ടുപേര്, ജോസിൻ്റെ കടയുടെ പേര് ജോസ് ഫർണിച്ചർ കട, കണ്ണങ്കര ഏറ്റവും വലിയ ഫർണിച്ചർ കട. അവൻ ഒരു ദിവസം എൻ്റെയൊക്കെ വന്നു വെച്ച് പറഞ്ഞു, കള്ളു കുടിക്കുന്ന മനുഷ്യനാണ്, പറഞ്ഞു എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, ഞാൻ ഇവിടുത്തെ സ്വന്തം വലിയ പണക്കാരനായിരുന്നു, എനിക്ക് സ്വന്തമായിട്ട് സ്കൂട്ടർ ഉണ്ടായിരുന്നു. അന്ന് സ്കൂട്ടറുള്ളവരാരുമില്ല, സ്വന്തമായിട്ട് സ്കൂട്ടർ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാം പോയി, സ്കൂട്ടർ പോയി. റോഡ് തലേ കൂടെ ഞാൻ തോർത്ത് വിട്ടുകൊണ്ട് പാതിരാത്രിക്ക് വെളിയിൽ ഇറങ്ങി നടക്കുന്നത്, ജീവിക്കാൻ നിവർത്തിയില്ല. ഞാൻ അവൻ്റെ വട്ടമില്ലിലോട്ട് കയറി ചെന്നു, തടിമില്ലിലോട്ട് കയറി ചെന്നു. ഞാൻ പറഞ്ഞു, ജോസെ PG വർഗീസ് ഒന്ന് പ്രാർത്ഥിച്ചാൽ രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ. PG വർഗീസ് ഒന്ന് പ്രാർത്ഥിച്ചാൽ നിൻ്റെ കടഭാരം മാറത്തില്ല കേട്ടോ. 10,000 അന്നത്തെ കാലത്ത് 10,000 രൂപ കടമുണ്ട്. ഞാൻ പറഞ്ഞു തീരത്തില്ല, പിന്നെ ഒന്ന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാൻ പറയുന്നത് കേട്ടാട്ടെ, ജോസ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ഇന്ന് അവൻ്റെ കടയാണ് ഏറ്റവും വലിയ അവിടുത്തെ
കേൾക്കടാ. എങ്ങനെ സംഭവിച്ചു? സ്വർഗസ്ഥനായ ദൈവമായിട്ട് ബന്ധമുണ്ടായപ്പോൾ തല താഴ്ന്നിരിക്കുന്നവൻ്റെ തല പിടിച്ചുയർത്തുന്നവനാണ് എൻ്റെ ദൈവം. നിങ്ങളുടെയും തല താഴ്ന്നിരിക്കുകയാണോ? നിങ്ങളുടെ തല എൻ്റെ സ്വർഗസ്ഥനായ ദൈവം പിടിച്ച് ഉയർത്തും. അവൻ അനുഗ്രഹിക്കുന്നവനായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവൻ്റെ തല പൊക്കാനായിട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, നീ തല പൊക്കി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും, ഞാൻ തല പൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ലോത്ത് എങ്ങോട്ടാണ് പോയത്? ലോത്ത് തല ഉയർത്തി നോക്കി. കിഴക്ക് ഭാഗം മുഴുവൻ നല്ല നീരോട്ടമുള്ള പ്രദേശമാണ്. ആ നീരോട്ടമുള്ള പ്രദേശം മുഴുവൻ എടുത്തു. ദൈവം വന്നിട്ട് അവൻ്റെ ഒക്കെ പറഞ്ഞ അബ്രഹാമേ തല ഉയർത്തി നോക്കിയാട്ടെ. വടക്കോട്ട് തെക്കോട്ട് നിന്റെ അനന്തരവൻ കൊണ്ടുപോയ കിഴക്ക് പ്രദേശം കൂടെ ഞാൻ നിനക്ക് തരികയാണ് എന്ന് പറഞ്ഞാൽ നീ ദൈവത്തിൻ്റെ കൂടെ ചേർന്ന് നടക്കാമെങ്കിൽ നിനക്ക് നഷ്ടമായത്, നീ പറയുന്നത് കേട്ടെ, നീ നീതിമാനായിരുന്ന നഷ്ടമായതിനെ ലാഭമാക്കി തീർക്കുന്നവനാണ് എൻ്റെ ദൈവം. എഴുതിയെടുത്തോ. നീതിമാനായിട്ടിരുന്നിട്ട് എന്നെ പലരും കളിപ്പിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വണ്ടി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ ഇന്ന് രൂപ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ സഭ ബിൽഡിങ്ങുകൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാൻ വഴക്കിന് പോയിട്ടില്ല. ഇല്ല, ഇന്ന് വരെ വഴക്കിന് പോയിട്ടില്ല, വഴക്കിന് പോകത്തില്ല. കാരണം എനിക്കൊരു കാര്യം അറിയാം, ഞാൻ ആരാധിക്കുന്നത് അബ്രഹാമിൻ്റെ ദൈവത്തെയാണ്. ലോത്ത് കൊണ്ടുപോയ കിഴക്കേ പ്രദേശം തിരികെ കൊടുത്തെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ആ ഒരു കെട്ടിടത്തിന് പകരം എനിക്കൊരായിരം കെട്ടിടം തരുവാൻ മതിയായവനാണ്. ഒരു സഭയ്ക്ക് പകരം നൂറുകണക്കിന് സഭകളെ തരുവാൻ മതിയായവനാണ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞു, ഞാൻ ആരാണ്ടോട് സംസാരിക്കാം. നിങ്ങൾ നീതിമാനായിരുന്നു നഷ്ടം സഹിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ തല ഉയർത്തിയിട്ട് നിനക്ക് നഷ്ടമായതിനെ മടക്കി തരുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതിന് തല താഴ്ത്തിയിരുന്ന തൻ്റെ സ്നേഹിതൻ്റെ തല ഉയർത്തുവാൻ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മൂന്നാമത്തെ ദർശനം 15-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതിന് ശേഷം അബ്രഹാമിൻ്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം നിൻ്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിൻ്റെ പരിചയമാകുന്നു, അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഹല്ലേലൂയ. ഞാൻ നിൻ്റെ പരിചയമാകുന്നു. പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ? പഴയ കാലത്ത് യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ പരിചയം ഉണ്ടായിരിക്കും. അതിനകത്ത് ഞാനായിരിക്കും നിൻ്റെ സെക്യൂരിറ്റി ഓഫീസർ. മനുഷ്യൻ സെക്യൂരിറ്റി എന്നാൽ പോലീസ് സെക്യൂരിറ്റി കൊടുത്താൽ ആർക്ക് സെക്യൂരിറ്റി കൊടുക്കാനൊക്കും? ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്നു ജോൺ എഫ് കെന്നഡി. അദ്ദേഹം പ്രസംഗിച്ചിട്ട് കാറിനകത്ത് കയറി പോകുമ്പോൾ വെടികൊണ്ട് ചത്തു. അയാൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ സെക്യൂരിറ്റി ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായിരുന്നു മിസ്സസ് ഇന്ദിരാഗാന്ധി. അവർ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ തന്നെ സെക്യൂരിറ്റി ഓഫീസർ വെടിവെച്ച് വന്നു. എവിടെയാണ് നിൻ്റെ സുരക്ഷിതത്വം? പോലീസിലാണോ? എവിടെയാണ് നിൻ്റെ സുരക്ഷിതത്വം? നിൻ്റെ മസിലിലാണോ? എവിടെയാണ് നിൻ്റെ സുരക്ഷിതത്വം? നിൻ്റെ കൂടെയുള്ളവരിലാണോ? എൻ്റെ സുരക്ഷിതത്വം ആരാണെന്ന് ഞാൻ പറയാം, എൻ്റെ ദൈവത്തിൽ. അവനാണ് എൻ്റെ സുരക്ഷിതത്വം. ഒരിക്കൽ ഞാനും ലില്ലിയും കൂടെ ഒറീസയിലായിരുന്നു. ഞാൻ ഇന്ത്യയുടെ പടം കൊണ്ടുവരേണ്ടതായിരുന്നു. പടം ഇട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എവിടെയാണ് ഒറീസ എന്ന്? ഒറീസയിലായിരുന്നു. എന്നെ ദാസ്ഭായി എന്ന് പറയുന്ന ഒരു സഹോദരൻ ചോറുണ്ണാനായിട്ട് വിളിച്ചു. അവരുടെ അമ്മ നേഴ്സാണ്. അവർ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ ആശുപത്രിക്കാർ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ ദാസിൻ്റെ വീട്ടിൽ ചോറുണ്ണാൻ വിളിച്ചു. ഞാൻ ലില്ലിയും കൂടെ ചെന്നു. ചോറുണ്ണോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുത്തിന് ഓടി വന്നു പറഞ്ഞു, വെളിയിൽ ഇറങ്ങരുത് കേട്ടോ. ജനലിൽ കൂടെ കാണിച്ചു. ജനലൊക്കെ അവരുടെ മേളിലാണ്. നമ്മുടെ കൂടെ താഴ്ന്ന എല്ലായിടത്തും മേളിലാണ് ജനൽ. എന്നെ ജനലിൽ കൂടെ കാണിച്ചു. അവിടെ എല്ലാം കണ്ടു. അപ്പുറത്ത് നിൽക്കുന്ന വലിയ മരങ്ങൾ, അവിടെ ഒരുമാതിരി കിട്ടുന്ന ഒരു തരം ലഹരി പദാർത്ഥം ഉണ്ടാക്കുന്ന വലിയ മരങ്ങളുണ്ട്. നമ്മുടെ തേക്ക് പോലുള്ള വലിയ തടിയുള്ള മരങ്ങൾ. ആ മരത്തിൻ്റെ എല്ലാം പുറകിൽ നിന്ന് ആളുകൾ സിഗരറ്റ് വലിക്കുന്നത് ഞങ്ങൾക്ക് കാണാം. പറഞ്ഞവർ കാത്തിരിക്കുക, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ അടിക്കാനായിട്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് സിഗരറ്റ് കുറ്റി വെച്ച് കുത്താനായിട്ട് അവർ നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവർ പോയിട്ട് പോകാം. അവിടെ ഇരുന്നു. ഞങ്ങൾ അവിടെ എത്തിരുന്ന് പാട്ടുമൊക്കെ പാടി. കുറച്ച് കഴിഞ്ഞ് പാട്ട് പാടിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ആരാണ് എൻ്റെ സുരക്ഷിതത്വം? എൻ്റെ യഹോവയാണ്. അവനാണ് എൻ്റെ സെക്യൂരിറ്റി ഓഫീസർ. അവനാണ് എൻ്റെ പരിച. ഞാൻ പറഞ്ഞു, എഴുതേക്കാൻ പോകും. അവരെല്ലാം നമ്മുടെ കാലൊടിച്ച് പോകാൻ. ഞാൻ പറഞ്ഞു, പോകാം. എൻ്റെ കുഞ്ഞുങ്ങൾ പേടിച്ചു ഡാഡി. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, നമ്മളെ ദൈവം അക്കരെ കൊണ്ടുപോകും. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ മുമ്പിൽ നടത്തി, ലില്ലിയെ ഞാൻ അതിൻ്റെ പുറകിൽ നടത്തി. ഞാൻ അതിൻ്റെ പുറകിൽ. അവരാരും അനങ്ങിയില്ല. സിഗരറ്റ് വലിച്ചുകൊണ്ടങ്ങ് നിന്നു. അവരാരും അനങ്ങിയില്ല. ഇനിയും കഥ കേൾക്കണമോ? എൻ്റെ ഭാര്യ 2 വർഷത്തിന് മുമ്പ് സൗത്ത് ആഫ്രിക്ക പോയി. ആഫ്രിക്കക്കാരുടെ നാട്ടിൽ ഒരു സ്ത്രീ 7-8 പുരുഷന്മാർ മലയാളികളാണ്. അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ
ആളുകളൊക്കെ വന്നു, വീഡിയോ ക്യാമറയൊക്കെ എടുത്ത് വലിയ കാര്യമായിട്ടൊക്കെ സ്വീകരിച്ചു. വെൽക്കം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഹോട്ടലിലോട്ട് ചെന്നാട്ടെ, നിങ്ങളുടെ ബാഗുമായിട്ട് മാത്രം പോയത്, പെട്ടിയല്ല ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങളുടെ കയ്യിലിരിക്കാത്ത വാല്യൂബിൾസ്, നിങ്ങളുടെ പാസ്പോർട്ട്, നിങ്ങളുടെ മാല, കമ്മൽ, ഇതൊക്കെ ബാഗിനകത്തെ, അത് മാത്രം കയ്യിലെടുത്താൽ മതി. അവരെല്ലാം കൂടെ ഹോട്ടലിൽ ചെന്ന് പറഞ്ഞു. അവിടെയും കാണും വീഡിയോ ക്യാമറക്കാർ. അവിടെ വീഡിയോ ക്യാമറക്കാർ വന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വന്നാട്ട് ഇന്ത്യയുടെ പടം ഫ്ലാഗൊക്കെ എടുത്താട്ടെ അവരെല്ലാം കൂടെ ചിരിച്ചുകൊണ്ട് വന്നു. അപ്പോൾ പുറയുന്ന ഒരു നൃത്തമൊക്കെ കണ്ടു. അപ്പോൾ ലില്ലിയിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില നാട്ടിൽ ചെല്ലുമ്പം ചില ആഫ്രിക്കക്കാരൊക്കെ നൃത്തം ചെയ്താൽ സ്വീകരിക്കുന്നേ, അവരെ ആകാശത്തോട്ട് വെടിയൊക്കെ വെക്കും. ഈ വന്നവർ നൃത്തം ചെയ്തുകൊണ്ട് തറയിൽ 5-6 വെടി. ലില്ലി വിചാരിച്ചെന്തോ ഇതൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിലോട്ട് കയറി നിന്നു. കള്ളന്മാരായിരുന്നു. എല്ലാത്തിനും താഴെ കിടന്നാട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോഴേ എല്ലാത്തിനും ബോധം വന്നേ. അവർ തോക്കെടുത്തിട്ട് തലയിലൊക്കെ അടിച്ചു. തലയൊക്കെ പൊട്ടി ചോരയൊക്കെ ഒഴുകിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് കൊള്ളക്കാർ. എല്ലാവരെയും താഴെ കിടത്തി, ചവിട്ടി, പോക്കറ്റിൽ നിന്നെല്ലാം രൂപയെല്ലാം എടുത്തു. ചിലരെടുത്ത് വേറെ ചിലയിടത്തൊക്കെ ഒളിച്ചു വെച്ചു. എവിടെ ഒളിച്ചു വെച്ചെന്ന് പറയാനൊക്കത്തില്ല. പക്ഷെ അവർക്കറിയാൻ അവർ ചവിട്ടിയിട്ട് അവിടുന്നും അതെല്ലാം വാരിയെടുത്തു. അവരുടെ കയ്യിൽ കിടന്ന മാലകളൊക്കെ, ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഊരിയെടുത്തു. പുരുഷന്മാരുടെ മാലയൊക്കെ എടുത്തു. അവരുടെ കയ്യിലുണ്ടാകുന്ന ഡോളറെല്ലാം എടുത്തു. വാച്ചെല്ലാം ഊരിയെടുത്തു. എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ, ഒരു സ്ത്രീയേ ഉള്ളൂ. അടുക്ക് ചെന്ന് വെച്ച് പറഞ്ഞു, മോതിരം ഇഞ്ഞതാ. ലില്ലി കൈ കാണിച്ചു, മോതിരമില്ല. വാച്ചിഞ്ഞതാ. അവർ വാച്ച് നോക്കിയപ്പോൾ വിലയുള്ള വാച്ചല്ല. പറഞ്ഞു വേണ്ട. ഇനിയും പറയുന്ന കേട്ടെ. ബാക്കി എല്ലാവരുടെയും ബാഗ് എടുത്തുകൊണ്ട് പോയി. ലില്ലി അവിടെ ചിരിച്ചുകൊണ്ട് കിടന്നു. കാരണം ലില്ലി സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു വാക്യം പ്രോമിസായിട്ട് കിട്ടിയായിരുന്നു, നീ പോകുന്നിടത്ത് നിന്റെ ജീവൻ നിനക്ക് കൊള്ള കിട്ടിയതുപോലെ ഇരിക്കും. ലില്ലിയിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു. ലില്ലി പേടിച്ചായിരുന്നു. അവിടെ കൊള്ളക്കാര് ആളുകളുടെ എല്ലാം തലയിൽ കൂടെ ചോര ഒലിക്കുകയാണ്. എനിക്ക് പേടി വന്നാൽ പറഞ്ഞില്ല, ഒരു വാക്യമുണ്ട്, ഐ ഹാഡ് എ പ്രോമിസ് ഫ്രം ഗാഡ്. നീ പോകുന്നിടത്ത് നിന്റെ ജീവൻ കൊള്ള കിട്ടിയ പോലെ ഇരിക്കും. ബാക്കിയുള്ളവരുടെ എല്ലാം അടിച്ചുകൊണ്ട് പോയി. പക്ഷെ ലില്ലിയുടെ ബാഗ് പോലും എടുത്തില്ല. എങ്ങനെ സംഭവിച്ചു? ദൈവം നിന്റെ പരിചയമാണ്. ദൈവം നിന്റെ പരിചയമാണ്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവും. ഇനി പറയുന്നത് കേട്ടോ, ദൈവത്തിന് സെക്കൻഡ് ക്വാളിറ്റി അനുഗ്രഹമൊന്നുമില്ല, സാധാരണ പ്രതിഫലമല്ല, അതിമഹത്തായ പ്രതിഫലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രതിഫലമാണ് ഇത്. കേട്ട് കഴിഞ്ഞാൽ അബ്രഹാം ഒരു ചോദ്യം ചോദിച്ചു, കൊള്ളാം, കാര്യമൊക്കെ കൊള്ളാം, അതിമഹത്തായ പ്രതിഫലം. പക്ഷെ എനിക്ക് ആമ്പിള്ളാരില്ല, ഒത്തിരി സ്വത്ത് കിട്ടി, എൻ്റെ സ്വത്ത് വല്ലവരും കൊണ്ടുപോവുക. നാം സ്വന്തം നാട്ടിലാണെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുക്കാമായിരുന്നു, ഇത് വല്ലവരും കൊണ്ടുപോകും. എൻ്റെ കർത്താവേ, എനിക്കൊരു മോനെ. ഇനിയും പറയുന്നത് കേട്ടാ, ദൈവം ചോദിച്ചില്ലടാ നാണമില്ലാത്തവനെ, എടാ അധിക പ്രസംഗി, നിനക്ക് ഞാൻ എല്ലാം തന്നിട്ട് ഒരു കാര്യമേ ഇല്ലാത്തതുള്ളൂ, അത് മാത്രം നീ എന്താ ചോദിക്കുന്നത്? ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിനക്കില്ലാത്തത് ചോദിച്ചാൽ ദൈവം പിണങ്ങത്തില്ല. എഴുതിയെടുക്കാം. നിനക്കില്ലാത്തത് ചോദിക്കുക, ധൈര്യപൂർവ്വം ചോദിക്കുക. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇല്ലാത്തത് ചോദിക്കുക. നിന്റെ മുട്ടിന് വേദനയുണ്ടോ? കർത്താവ് എൻ്റെ മുട്ടിന് വേദന വരണം പറയരുത്. വേറെ എങ്ങും വേദനയില്ലല്ലോ. അല്ല, ഒരു കാര്യമേ ഉള്ളെങ്കിൽ അവൻ ഒരു കാര്യമേ ആവശ്യമായിട്ടുണ്ടായിരുന്നുള്ളൂ, എനിക്കൊരു ആൺകൊച്ചിനെ വേണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിനക്ക് എന്താ വേണ്ടിയത് സ്പഷ്ടമായിട്ട് ചോദിക്കണം. എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല പറഞ്ഞത്. പലരും ചോദിക്കുന്നത് തെറ്റായിട്ടാണ്. അതിനാണ് ഞങ്ങൾ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഏറ്റുപറച്ചിൽ, ഇതൊരമ്മയുടെ ഏറ്റുപറച്ചിൽ, ഒരു രോഗിയുടെ ഏറ്റുപറച്ചിൽ, ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റുപറച്ചിൽ. എങ്ങനെ ചോദിക്കണം? പലരും ചോദിക്കുന്നത് തെറ്റാണ്. ഒരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭർത്താവ് രോഗിയായിട്ട് കിടക്കുക. എൻ്റെ ഒക്കെ പറഞ്ഞ ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ചേ, എൻ്റെ അച്ഛൻ രോഗിയായിട്ട് കിടക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അമ്മാമ്മ പ്രാർത്ഥിച്ചാട്ടെ. അമ്മാമ്മ പ്രാർത്ഥിച്ചു. നല്ലവനായ കർത്താവേ, ഞങ്ങളുടെ അച്ഛൻ രോഗിയായിട്ട് കിടക്കുവാണമേ, സൗഖ്യമാക്കണമേ, തിരിഷ്ടമാണെങ്കിൽ അച്ഛനെ സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ചത്തോട്ടെന്ന് അതിൻ്റെ അർത്ഥം അല്ലയോ? തിരീതമാണെങ്കിൽ സൗഖ്യമാട്ടെ, അല്ലെങ്കിൽ കാറ്റ് പോട്ടെ. സ്പഷ്ടമായിട്ട് ചോദിക്കുക. വണ്ടി വേണോ? ഏത് കമ്പനിയുടെ വേണം? ഏത് നിറത്തിൻ്റെ വേണം? എത്ര പേർക്ക് ഇരിക്കാവുന്നത് വേണം? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാപിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. സഭ വേണോ? എത്ര വിശ്വാസികൾ വേണം? വീട് വേണോ? എത്ര മുറി വേണം? ഒരിക്കലും സഹോദരി എൻ്റെ വന്ന് വെച്ച് പറഞ്ഞ്, എൻ്റെ പ്രസംഗമൊക്കെ കേട്ട് വെച്ച് പറഞ്ഞ്, പറയാറ് കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായി, കുഞ്ഞുങ്ങളില്ല, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ആൺകൊച്ചു വേണോ പെങ്കൊച്ചു വേണോ? നല്ലവനായ കർത്താവ് എന്തോ തന്നാലും 2 കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചോളാം. അല്ലേ, മാർക്ക് ഇടാമെങ്കിൽ 110 മാർക്ക് കൊടുക്കണം 100. ഞാൻ പറഞ്ഞു, നേരാ. ഞാൻ പറഞ്ഞു, കണ്ണടച്ചാട്ടെ, പ്രാർത്ഥിക്കാൻ പോവാ. നല്ലവനായ എൻ്റെ കർത്താവ്, ഈ സഹോദരിക്ക് ഒരു പൂച്ചക്കുഞ്ഞിനെ കൊടുക്കണേ. അയ്യോ വേണ്ട. മനസ്സിലായോ? എന്തോ വേണം. ഇതെൻ്റെ സിദ്ധാന്തമല്ല,
വേദപുസ്തകത്തിൻ്റെ ആദ്യം മുതൽ ഞാൻ കാണുന്ന കാര്യമാണ്. നിനക്ക് എന്ത് വേണം ചോദിക്കണം. എത്ര മുറിയുടെ വീട് വേണം ചോദിക്കണം. എത്ര പേരുടെ സഭ വേണം ചോദിക്കണം. ഹല്ലേലൂയ. നിനക്ക് വേണമെന്നത് സ്പഷ്ടമായിട്ട് ചോദിക്കുക. യേശുവിൻ്റെ വന്നെടുക്കലൊക്കെ യേശു ചോദിച്ചതാണ്, എന്താ വേണം? എനിക്ക് കണ്ണ് കാണണം. സൗഖ്യമാക്കാനാണ് പറഞ്ഞത്, കണ്ണ് കാണണം. എനിക്ക് കാഴ്ച വേണം. ചോദിക്കുക. ഇവിടെ പറഞ്ഞു ഒരു ആൺകൊച്ചിനെ വേണം, പറഞ്ഞു തരാം. ആൺകൊച്ചിനെ മതിയോ? നീ ഇങ്ങനെ വെളിയുക. അവൻ കൂടാരത്തിനകത്തിരിക്കുക, ടെൻറ്റിനകത്തിരിക്കുക. അന്നത്തെ കാലത്ത് ടെൻറ്റ് എങ്ങനെ അടിക്കുന്നത്? ഇന്നത്തെ കാലത്ത് തുണി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അന്നത്തെ കാലത്ത് ടെൻറ്റ് ആടിൻ്റെ തോല്, ഒട്ടകത്തിൻ്റെ തോല് കൂട്ടി തയ്ച്ചിട്ടുണ്ടാക്കുന്ന, അതിൻ്റെ രോമമെല്ലാം പുറത്തു ഭാഗത്ത്, അതിൻ്റെ മാംസത്തിൻ്റെ ഭാഗത്തു നിളക്കിയെടുത്തത് അകത്ത്, അതിനകത്തിരിക്കുക. ദൈവം പറയുക, ഇതിനകത്തിരുന്നാൽ നിൻ്റെ ദർശനം ചെറുതായി പോകും. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അകത്തിരുന്ന ടെൻറ്റിനകത്തിരുന്നാൽ ചെറിയ ദർശനമായിരിക്കും. ആ ടെൻറ്റിനകത്തൊന്ന് പുറത്തു വരിക. കം ഔട്ട് ഓഫ് ദി ടെൻറ്റ്. ടെൻറ്റിൽ നിന്ന് പുറത്തു വരിക. ടെൻറ്റിനകത്തിരുന്നാൽ കാണുന്നത് ആടിൻ്റെ ഒട്ടകത്തിൻ്റെയും പൃഷ്ഠമാണ്. എൻ്റെ ലാംഗ്വേജ് മോശമായി, പിന്നെ ഞാൻ എന്തോ പറയണം? പുറത്തു വരിക. ഹല്ലേലൂയ. അകത്ത് ചെറിയ ദർശനമാണ്. എൻ്റെ ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നിൻ്റെ ദർശനം ചെറുതായി പോകരുത്, നിൻ്റെ ദർശനം വലുതായിരിക്കണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എൻ്റെ മോന് ഒരു ദിവസം ഞാൻ ഇങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ മക്കളൊക്കെ ചോദിച്ചു, മോനെ നീ വലുതാകുമ്പോൾ എന്തോ ആയി തീരണം? മൂത്തവൻ പറഞ്ഞു, എനിക്ക് ഡാഡിയെ പോലെ ഒരു ഉപദേശിയായി തീരണം. രണ്ടാമത്തെ മോൾക്ക് ചോദിച്ചു, എനിക്ക് എന്തോ ആയി തീരണം? എനിക്ക് ഡോക്ടറായി തീരണം. മൂന്നാമത്തെ മകൻ്റെ ഞാൻ ചോദിച്ചു, രണ്ടാമത്തെ ആൺകുട്ടി, മൂന്നാമത്തെ മകൻ, മോനെ നിനക്ക് എന്തോ ആയി തീരണം? പറഞ്ഞു, എനിക്ക് ബാങ്കിലെ അക്കൗണ്ടൻ്റ് ആവണം. എടാ, ഞങ്ങളുടെ വീട്ടിൽ അക്കൗണ്ടൻറ്റും ബാങ്കും ഒന്നും സംസാരിക്കുന്ന വീടല്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? പറഞ്ഞു, ഇന്നലെ ഡാഡി, അവനൊന്ന് 6-7 വയസ്സേ ഉള്ളൂ. പറഞ്ഞു, ഇന്നലെ ഡാഡി എന്നെ ബാങ്കിൽ കൊണ്ടുപോയില്ല. അത്രയും കാണത്തില്ല കേട്ടോ, 4-5 വയസ്സേ ഉള്ളൂ. അവൻ പറഞ്ഞു, എന്നെ ബാങ്കിൽ കൊണ്ടുപോയില്ലയോ? ഞാൻ കണ്ടുവരുന്നവരെല്ലാം അക്കൗണ്ടൻറ്റിൻ്റെ കൊണ്ടുവന്ന് രൂപ കൊടുക്കുക. ഞാൻ ബാങ്കിലെ അക്കൗണ്ടൻ്റ് ആവും. എല്ലാവരും രൂപ എനിക്ക് തരും, ഞാൻ പണക്കാരനാവും. ഞാൻ പറഞ്ഞു, മോനെ അത് അയാളുടെ രൂപയല്ല. വൈകുന്നേരം കണക്ക് കൊടുക്കണം. പോയിട്ടുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്നിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു, തെറ്റല്ല. അക്കൗണ്ടൻ്റ് ആകുന്നത് തെറ്റല്ല. അതൊരു ചെറിയ വിഷനാണ്, ചെറിയ ദർശനമാണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി തീരണം. എൻ്റെ മേശപ്പുറത്ത് ഒരു 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 പ്ലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, എഴുതിയിരിക്കുന്നത്. ഞാൻ അവനെ എടുത്തു വെച്ച് കാണിച്ചു. എന്ന് വെച്ചാൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് ഞാൻ അവനെ എഴുതി കാണിച്ചു. പറഞ്ഞു, ഇത് വായിച്ചാട്ടെ. അവൻ വായിച്ചു. പ്ലീസ് ഡു നോട്ട് മേക്ക് എനി ലിറ്റിൽ പ്ലാൻസ് ഹിയർ. ഇവിടെ ചെറിയ സ്വപ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, കാരണം ദൈവമാണ് നമ്മുടെ പാർട്ട്ണർ. ഞാൻ പറഞ്ഞു, മോനെ ചെറിയ ദർശനം പാടില്ല, കാരണം എൻ്റെയും പാർട്ട്ണർ സ്വർഗസ്ഥനായ ദൈവമാണെങ്കിൽ അവൻ്റെ സ്റ്റാറ്റസിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കണം. നിങ്ങൾക്ക് അതാണ് ആവശ്യം. ദൈവം പറഞ്ഞു, ടെൻറ്റിൽ നിന്ന് പുറത്ത് വരിക. ടെൻറ്റിൽ നിന്ന് പുറത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ആകാശത്തോട്ട് നോക്കിയാട്ടെ. നോക്കിയോ? കണ്ടു. എത്ര നക്ഷത്രം ഉണ്ടെന്ന് എണ്ണിയാട്ടെ. എണ്ണം തെറ്റി. എൻ്റെ ദൈവം നിൻ്റെ എണ്ണം തെറ്റിക്കുന്നവനാണ്. എഴുതിയെടുത്താട്ടെ. എൻ്റെ ദൈവം നിൻ്റെ എണ്ണം തെറ്റിക്കുന്നവനാണ്. എഴുതാത്തവർക്ക് അയ്യോ കഷ്ടം. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞത് വല്ലതും ഓർമ്മയുണ്ടോ? ഇല്ല. ഇന്ന് പറയുന്നത് വല്ലതും ഓർത്തിരിക്കുമോ? ഇല്ല. കഷ്ടം. എനിക്ക് പറയാനേ ഒക്കത്തുള്ളൂ. എഴുതിയെടുക്കുക. ഇന്നലെ തൊട്ട് പറയുന്നു, രാവിലെ പറഞ്ഞു, വൈകുന്നേരം പറഞ്ഞു, ഇന്ന് രാവിലെ പറഞ്ഞു. എഴുതിയെടുക്കത്തില്ലെന്ന് ശപഥം ചെയ്തവരാണോ നിങ്ങൾ? വേദനയോടെ ചോദിക്കുകയാണ്. ഞാൻ പ്രസംഗകനായത് എഴുതിയെടുത്തിട്ടാണ്. എൻ്റെ അമ്മച്ചി എഴുതിയെടുക്കുന്നത് ഞാൻ കണ്ടു. ഓർത്തഡോക്സുകാരി. ഞാൻ പഠിച്ചു, എൻ്റെ മക്കളും പഠിച്ചു. പറഞ്ഞു, വന്നാട്ടെ, നക്ഷത്രം കണ്ടോ? ഇതുപോലെ മക്കളുണ്ടാകും. അബ്രഹാം പറഞ്ഞു, ആമാൻ. അബ്രഹാം വിശ്വസിച്ചെന്നാണ് നമ്മുടെ മലയാളം ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത്. എന്നാൽ എൻ്റെ എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് അബ്രഹാം പറഞ്ഞു ആമീൻ. ആമാൻ, ആമീൻ. അബ്രഹാം പറഞ്ഞു ആമാൻ. 2 വാക്കുണ്ട് ആമീൻ എന്നുള്ളത്. ഒന്ന് ആമാൻ, ആമീൻ. 2 ഒന്നാണ്. അബ്രഹാം പറഞ്ഞു ആമീൻ. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കാം, നിങ്ങളാണെങ്കിൽ ആമീൻ പറയുമോ? ഞാൻ പറയത്തില്ല. മക്കളൊന്നും ഇല്ലാത്ത വല്യപ്പച്ചൻ്റെ ദൈവം കയറി പറയാണ്, ഈ കാണുന്ന നക്ഷത്രം കണ്ടോ? 1.5, 3.5, 5.5, 15, 25, 50, 60, 100, 200 കോടി നക്ഷത്രം ഇതുപോലൊക്കെ ഉണ്ടാവും. അവൻ പറഞ്ഞു ആമീൻ. എൻ്റെ ദൈവം പറഞ്ഞാൽ അപ്പീലില്ല. വലിയൊരു വിശ്വാസത്തിന് ഉടമയായി തീരുക. പറഞ്ഞു, രാത്രിയിൽ പിന്നൊരു ദിവസം പകൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഭൂമിയിൽ മനസ്സിലാക്കണം ഇത് കേട്ടോ, ഇത് വലിയൊരു തത്വമാണ്. ഭൂമിയിൽ കിടക്കുന്ന മണലിനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ മണലിനെ നോക്കിയിട്ട് ഇത്രയും മക്കൾ. അന്നേരം അവൻ പറഞ്ഞു കാണണം ആമേൻ. ഇനിയും പറഞ്ഞു കേട്ടെ, രാത്രിയിൽ ഒരു ദർശനം, പകലിൽ ഒരു ദർശനം. ഞാൻ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്. എൻ്റെ വീടല്ല, എനിക്ക് വീടില്ലാത്ത മനുഷ്യനാണ്. ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രമാണത്തിൽ പോലും എൻ്റെ ഒരു ഒപ്പില്ല, എൻ്റെ പേരില്ല. PG വർഗീസ് എന്നൊരു പേരില്ല. ഞാൻ എവിടെയെങ്കിലും ഒരു ചർച്ച് ബിൽഡിങ് ഡെഡിക്കേറ്റ് ചെയ്താൽ പോലും അതിനകത്ത് എൻ്റെ പേരില്ല.
ഭൂമിയിൽ എൻ്റെ പേര് വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആരെങ്കിലും വെക്കുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല. എൻ്റെ പാസ്റ്റർമാരുടെ പേരുണ്ട്, എനിക്ക് വിരോധമില്ല. പക്ഷേ എൻ്റെ പേരില്ല. എനിക്ക് സ്വത്തില്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് പക്ഷേ എൻ്റെ സംഘടന എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങിച്ചതുകൊണ്ട് ഞാൻ താമസിക്കാനായിട്ട്, മരിക്കുന്നത് വരെ അതിനകത്ത് താമസിക്കാം. അത് കഴിയുമ്പോൾ അത് സംഘടനക്കാരെ അവർക്കിഷ്ടമുള്ളവർക്ക് കൊടുക്കും. ഞാൻ ഇരിക്കുന്ന ഒരു ചാരുകസേരയാണ്. പഴയ കാലത്തെ അപ്പച്ചന്മാരുടെ ചാരുകസേര ഉണ്ടല്ലോ, അങ്ങോട്ട് ചാരുകസേര. ഞാൻ ഇരിക്കുന്നതിന് നേരെ അപ്പുറത്തൊരു ഷെൽഫുണ്ട്, ഒരു അലമാരി. അതിനകത്ത് ഞാനൊരു ഗ്ലാസ് ജാറിനകത്ത് കടുകിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കിടക്കുന്ന മുറിയിൽ, ഞാൻ കിടക്കുന്നതിൻ്റെ മുമ്പിൽ ഒരു അലമാരിയുണ്ട്. അവിടെയും അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ജാറിനകത്ത് കടുകിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ അടുക്കൽ ചെല്ലുന്നു, എന്നിട്ട് ഞാൻ ആ ഗ്ലാസ് ജാർ എടുത്ത് കുലുക്കുന്നു. അതിനകത്ത് ഞാനൊരു വാക്യം എഴുതിയിട്ടുണ്ട്: നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതത്തോട് മാറിപ്പോക എന്ന് പറഞ്ഞാൽ അത് അവിടുന്ന് ചാടിപ്പോയി കടലിനകത്ത് പോയി വീഴും. എനിക്ക് കടുകിനേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വണ്ടി കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളുടെ കല്യാണം നടക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് മക്കളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ 86-ാമത്തെ വയസ്സിലും ഓടി നടന്ന് സുവിശേഷം പ്രസംഗിക്കാനുള്ള കൃപ എനിക്ക് ലഭിക്കും. ഹല്ലേലൂയ. പകലിൽ ഒരു ദർശനം, മണൽ. രാത്രിയിൽ ഒരു ദർശനം. നിങ്ങൾക്കിത് മനസ്സിലായെങ്കിൽ വേണമെങ്കിൽ വീട്ടിൽ പോയിട്ട് 2 ഗ്ലാസ് ജാർ വാങ്ങിച്ചിട്ട് കടുകിട്ടും വെച്ച് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ആവശ്യങ്ങളെ നോക്കി കുലുക്കിക്കൊണ്ട് പറയുക: യേശു ക്രിസ്തുവാണ് പറഞ്ഞത്, വാക്ക് മാറാത്തവൻ പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം. അങ്ങനെയാണെങ്കിൽ എൻ്റെ വിവാഹം നടക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് മക്കളുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ കടഭാരം മാറും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവ് രക്ഷിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭാര്യ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകലിൽ ഒരു ദർശനം കൊടുക്കുവാൻ, രാത്രിയിൽ ഒരു ദർശനം കൊടുക്കുവാൻ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് 5-ാമത്തെ ദർശനം, 16-ാമത്തെ വാക്യം, 15-ാമത്തെ അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം അവിടെ തീർന്നു. അങ്ങോട്ട് 17-ാമത്തെ വാക്യം. സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. അന്ന് യഹോവ അബ്രഹാമിനോട് ഒരു നിയമം ചെയ്തു: നിന്റെ സന്തതിക്ക് ഞാൻ മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുള്ള ദേശത്തെ കെന്യർ, കെനീസിയർ, കദ്മോന്യർ, ഹിത്യർ, പെരിഷ്യർ, ദൈവമേ എന്തൊക്കെയാണോ എന്തോ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗശ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്ത് തന്നെ വന്നിരിക്കുന്നു അരുളി ചെയ്തു. അവൻ്റെ അതിരിനെ വിസ്താരമാക്കുവാൻ. നിങ്ങളുടെ എന്തുവാ ദർശനം? പലരും വിചാരിക്കുന്ന, എൻ്റെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അനുഗ്രഹം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ, പുതിയ നിയമത്തിൽ അനുഗ്രഹം ആത്മീകമേ ഉള്ളൂ. ഒരു വാക്യം കാണിച്ചു തന്നാട്ടെ. ചിലർ പറയുന്നത് അനുഗ്രഹം ദൈവത്തിൽ നിന്നല്ല. അവരുടെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഭിത്തിയെ കിടക്കുന്ന വാക്യങ്ങളെല്ലാം അനുഗ്രഹത്തിൻ്റെതാണ്. സംശയമുണ്ടെങ്കിൽ അനുഗ്രഹമില്ല, പുതിയ നിയമത്തിൻ്റെ തത്വം അല്ലെന്ന് പറയുന്നവരുടെ വീട്ടിൽ പോയി നോക്കിയാട്ടെ. ഈ ഭവനം അനുഗ്രഹം പ്രാപിക്കും, നിന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കും. അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങൾ മാത്രമാണ്. എനിക്ക് ആഗ്രഹമുണ്ട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് പേന എടുത്ത് വെച്ച് എഴുതണം ശാപം, ശാപം, ശാപം. ഇല്ല, നിങ്ങളിത് വിശ്വസിക്കരുത് കേട്ടോ. ഈ പറയുന്നവരുടെയൊക്കെ ബാങ്കിൽ ഇഷ്ടം പോലെ രൂപ കിടപ്പുണ്ട്, അവർക്കൊക്കെ പുരയിടമുണ്ട്, അവരുടെ വീട്ടുമുറ്റത്ത് നല്ല കാറുണ്ട്. എന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും അനുഗ്രഹം. ഇല്ല, എൻ്റെ ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. അവൻ നിന്റെ ആത്മീയനെ വിസ്താരമാക്കുന്നവനാണ്. ആരും ഒരു സ്തോത്രം പറയുന്നില്ലല്ലോ കർത്താവേ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ 10-25 വരെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വരാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ നല്ല പോയിന്റ് പറയുമ്പോൾ സ്തോത്രം പറയാനായിട്ട്. ഞാൻ ഈ നിലയിൽ എത്തിച്ചേർന്നത് സ്തോത്രം പറഞ്ഞാണ് കേട്ടോ, സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. ദൈവം അതിരിനെ വിസ്താരമാക്കുവാൻ. എൻ്റെ ദൈവം, നീ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ 1 ദിവസം കൊണ്ട് കിട്ടിയില്ല, 2 ദിവസം കൊണ്ട് കിട്ടിയില്ല, 10 വർഷം കൊണ്ട് കിട്ടിയില്ല. എന്നാൽ നീ ദൈവത്തോട് നടക്കുമ്പോൾ നിൻ്റെ സഭ വലുതാകും, നിൻ്റെ തലച്ചോറ് വലുതാകും. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് അഗ്രചർമ്മവും പരിച്ഛേദനയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയാം. ഞാൻ ഉപദേശിയായപ്പോൾ ഞാൻ ഒരിടത്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോഴേ ഒരു ബ്രദറുകാരൻ വന്ന് പറഞ്ഞു, ആ പറഞ്ഞത് തെറ്റിപ്പോയി കേട്ടോ, ഇങ്ങനെയാണ്, എനിക്കറിയത്തില്ലായിരുന്നു. എന്നാൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ തലച്ചോറിൻ്റെ അതിരിനെ വിസ്താരമാക്കി, എൻ്റെ ഇംഗ്ലീഷ് ഭാഷയെ അവൻ വിസ്താരമാക്കി, എൻ്റെ ബൈബിൾ നോളജിനെ അവൻ വിസ്താരമാക്കി, എൻ്റെ കഴിവുകളെ അവൻ വിസ്താരമാക്കി. ഞാൻ നിങ്ങളുടെ പറയുന്നു, നിങ്ങൾ ദൈവത്തോട് നടക്കുമ്പോൾ നിങ്ങളുടെ ഭൂമിയുടെ, നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ കാറിൻ്റെ, നിങ്ങളുടെ ജീവിത സൗകര്യങ്ങളുടെ അതിരിനെ അവൻ വിസ്താരമാക്കി തരുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് 6-ാമത്തെ പ്രത്യക്ഷപ്പെട്ടിട്ട് 17-ാമത്തെ അധ്യായം. അബ്രഹാം 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. എനിക്കും നിനക്കും മധ്യേ ഞാൻ എൻ്റെ നിയമം സ്ഥാപിക്കും, നിന്നെ അധികമായി വർദ്ധിപ്പിക്കും.
എന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം വീണ ദൈവം അവനോട് അരുളി ചെയ്തെന്നാൽ സാഷ്ടാംഗം വീണവന് ദൈവം പ്രത്യക്ഷപ്പെട്ടു. അവൻ്റെ മുമ്പാകെ എളിമപ്പെടുന്നവർ പലരും അഹങ്കാരികളാണ്. എനിക്ക് വലിയ കഴിവുണ്ട്, എൻ്റെ ഭാഷ എന്തുവാണെന്നറിയാം. ഒരാൾ എൻ്റെ ഒക്കെ പറഞ്ഞു എനിക്ക് ഭാഷയെടുത്ത് അമ്മാനമാടാനറിയാം. ആളിപ്പോൾ എവിടെയാണെന്നറിയാൻ വയ്യ. അമ്മാനം ആടിപ്പോയതാണ്. അഹങ്കരിക്കരുത്. സാഷ്ടാംഗം വീണു. ശൗൽ വീണു, പൗലോസ് വീണു. പൗലോസിൻ്റെ കൂടെ പോയ പട്ടാളക്കാരും വീണില്ല. അവർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടില്ല. ദൈവത്തിൻ്റെ മുൻപാകെ സാഷ്ടാംഗം വീഴുക, എളിമയുള്ളവനായിരിക്കുക. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ച ഒരു ആപ്തവാക്യം, താണനിലത്തെ നീരോട് ബാക്കി അവിടെ ദൈവം തുണ ചെയ്യൂ. അഹങ്കരിക്കരുത്. സൗന്ദര്യം ഉണ്ടെങ്കിൽ അഹങ്കരിക്കരുത്. നിൻ്റെ വീട് വലുതാണെങ്കിൽ അഹങ്കരിക്കരുത്. നിൻ്റെ കാർ വലുതാണെങ്കിൽ അഹങ്കരിക്കരുത്. നിൻ്റെ ഇംഗ്ലീഷ് ഏറ്റവും മെച്ചമാണെങ്കിൽ നീ അഹങ്കരിക്കരുത്. എളിമയുള്ളവനായിരിക്കുക. മക്കളെയും പഠിപ്പിക്കുക, മക്കളെ എളിമയുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. 99 അബ്രഹാമിനെ വിളിച്ചത് ഏകദേശം 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. 75 കുറച്ച് മുമ്പാണ്. 60-ലായിരിക്കാം, 70-ലായിരിക്കാം, 75. ഏകദേശം 25 വർഷം, 35 വർഷം, 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, അബ്രഹാമേ എൻ്റെ മുമ്പാകെ നടന്ന്. 40 വർഷം കഴിയുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടത് ഒരു കൊച്ചു കാര്യം പറയാനാണ്. എന്തുവാ? എൻ്റെ മുമ്പാകെ നടന്ന് പെർഫെക്റ്റ് ആയി തരിക. മലയാളത്തിൽ എൻ്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്, കളങ്കമില്ലാത്ത. മലയാളവും ഇംഗ്ലീഷും ഒന്ന് തന്നെയാണ്. താങ്ക് യു മോളെ. രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകുന്നത് വാക്കുകൾ പ്രത്യേകം പറയുന്നത് കൊണ്ടാണ്. പെർഫെക്റ്റ്. ഒരു ചോദ്യം, ആർക്കെങ്കിലും പെർഫെക്റ്റ് ആകാനൊക്കെ, ആർക്കെങ്കിലും നിഷ്കളങ്കനാകാനൊക്കെ ഒക്കത്തില്ല. യേശു അല്ലാതെ സ്ത്രീകൾ നിയമിച്ച ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാനും നീയും പെർഫെക്റ്റ് ആകണമെന്നാണ്. ആയിരിക്കുന്ന നിലയിലായിരിക്കാൻ വിസമ്മതിക്കുക. കർത്താവെ കുറച്ചുകൂടെ വിശുദ്ധി തരണം, എൻ്റെ കണ്ണുകൾ കുറച്ചുകൂടെ വിശുദ്ധിയുള്ളതായിരിക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ വർഷത്തിൽ 3 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥന എടുക്കും. എന്തിനാണ് ഉപവാസ പ്രാർത്ഥന? ജീവിതം പരിശോധിക്കാൻ. എവിടെയെങ്കിലും അപാകതയുണ്ടോ? എവിടെയെങ്കിലും കളങ്കമുണ്ടോ? എവിടെയെങ്കിലും തെറ്റുകളുണ്ടോ എൻ്റെ നോട്ടത്തിൽ? അഥവാ തെറ്റിപ്പോയിട്ടുണ്ട്, ആ സമയത്ത് ക്ഷമ ചോദിക്കും. ഭാര്യയോട് ക്ഷമ ചോദിക്കും, മക്കളോട് ക്ഷമ ചോദിക്കും, കൂടെ പ്രവർത്തിക്കുന്നവരോട് ക്ഷമ ചോദിക്കും, ദൈവത്തോട് ക്ഷമ ചോദിക്കും. ഞാൻ രൂപ ഒത്തിരി കൈകാര്യം ചെയ്ത്, ദൈവമേ എപ്പോഴെങ്കിലും അബദ്ധവശാൽ നിന്റെ രൂപ എൻ്റെ പോക്കറ്റിൽ പോയോ? എവിടെയെങ്കിലും ദൈവം പറയാണ് എൻ്റെ മുമ്പാകെ നടക്കുക. ഞാൻ പട്ടാളത്തിലായിരുന്നു. ആരെങ്കിലും പട്ടാളക്കാരുണ്ടോ ഇവിടെ? കൈ ഉയർത്താമോ? പട്ടാളക്കാരുണ്ടെങ്കിൽ. ഇന്നലെ ആരാണ്ടുണ്ടായിരുന്നു? ഇന്നാരും ഇല്ലയോ? പട്ടാളക്കാരൻ. പോലീസുകാരൻ? പോലീസും വന്നില്ലയോ? പട്ടാളക്കാരനായിരുന്നു പറഞ്ഞായിരുന്നു പോലീസ്. ഇച്ചിരി മുമ്പ് ഒരു പോലീസിനെ കണ്ടായിരുന്നു. പട്ടാളക്കാരൻ 6 മാസം പരേഡ് പഠിപ്പിക്കും. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, സല്യൂട്ട്, പീछे മൂഡ് എല്ലാം പഠിപ്പിക്കും. 6 മാസം ഭയങ്കരമാണ്. ഈ 6 മാസം മനുഷ്യൻ്റെ തലച്ചോറെല്ലാം അങ്ങ് മാറി പഠിക്കും. അപ്പം ഞാനും പട്ടാളത്തിൽ ചേർന്നു. ഞാൻ ക്ലർക്കാണ്, വെറും പട്ടാളക്കാരനാണ്, ശിപായിയാണ് പട്ടാളത്തിൽ. 6 മാസം അറ്റൻഷൻ, സാവധാൻ വിശ്രാം, സാവധാൻ വിശ്രാം, സാവധാൻ ബായേ മൂഡ്, തിരിച്ചൽ പീछे മൂഡ്. ഒന്നടിച്ചു നോക്കട്ടെ, പണ്ടടിച്ചതല്ല. അങ്ങനെ പച്ച മുടങ്ങി മറക്കത്തില്ല. ഒരു പട്ടാളക്കാരൻ ഒരിക്കലും മറക്കത്തില്ല. 6 മാസം പഠിപ്പിക്കുന്ന ഒരിക്കലും മറക്കത്തില്ല. മരിക്കുന്നവർ മറക്കത്തില്ല. അത്രയ്ക്ക് കട്ടിയ അവിടുത്തെ 6 മാസം. 6ാമത്തെ മാസത്തിൽ പാസിംഗ് ഔട്ട് പരേഡുണ്ട്. ഞങ്ങൾ 50 പട്ടാളക്കാരായിരുന്നു. ഒരാളങ്ങ് പോയി 49 പേരായി. ഞങ്ങൾ 49 പട്ടാളക്കാർ ടണാട്ടൺ ഷർട്ടും ഒക്കെ വടി പോലെ തേച്ചിട്ടിരിക്കുകയാണ്. ഒന്ന് നിൽക്കുകയാണ്. തലമുടിയൊക്കെ പറ്റ വെട്ടിച്ച് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുകയാണ്. അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഓഫീസറുടെ പേര് കപിൽ ദേവ് സിംഗ്, KD സിംഗ്. അഗർവാൾ, കേണൽ അഗർവാൾ വന്നു. ഓടിച്ചെന്ന് വെച്ച് പറഞ്ഞു, സാബ് 7ാമത്തെ പ്ലാറ്റൂൺ അങ്ങയുടെ നിരീക്ഷണത്തിന് തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു പരേഡ് ജയിച്ചാട്ടെ. സുബേദാർ KD സിംഗ് പറഞ്ഞു, അറ്റൻഷൻ, സാവധാൻ, ബായേ മൂഡ്, തേച്ചാൽ. ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ മുമ്പിൽ, ഉയരം കുറഞ്ഞത് ഏറ്റവും ഉയരം കുറഞ്ഞ മനുഷ്യൻ ഏറ്റവും ഇടത്ത് വശത്ത്. ഈ ഓഫീസറോട് ഒന്ന് നോക്കുന്ന സമയത്ത് കൈ ഉയരുന്നത് ഒരു വടി വെച്ച പോലെ ഇരിക്കണം. ആരുടെയെങ്കിലും കൈ 1 ഇഞ്ച് കൂടി പൊങ്ങിപ്പോയാൽ ഫെയിൽ. 1 ഇഞ്ച് കുറവ് പൊങ്ങിപ്പോയാൽ ഫെയിൽ.
കാൽ ഉയർത്തുമ്പോൾ സാവധാൻ. കാൽ ഉയർത്തുന്നത് 1 ഇഞ്ച് കൂടിപ്പോയാൽ ഫെയിൽ. കാൽ ഉയർത്തുന്നത് 1 ഇഞ്ച് കുറഞ്ഞു പോയാൽ ഫെയിൽ. സല്യൂട്ട് എന്ന് പറയുമ്പോൾ ഒരു കൈ പൊങ്ങുന്നത് പോലെ പൊങ്ങണം. ഒരാളിൻ്റെ കൈ 1/2 സെക്കൻഡ് സ്പീഡ് കുറഞ്ഞു പോയാൽ കൂടാനൊക്കത്തില്ല. അത്രയ്ക്ക് സ്പീഡിലാണ് എല്ലാവരും. 1/2 സെക്കൻഡ് കുറഞ്ഞു പോയാൽ ഫെയിൽ. ഞങ്ങളെല്ലാവരും പരേഡ് ചെയ്യുമ്പോൾ ഈ കേണൽ അഗർവാൾ ഇതിനിടയ്ക്കൂടൊക്കെ ഓടി നടക്കുകയാണ്. ഞങ്ങളുടെ കൈകൾ നോക്കുകയാണ്, ഞങ്ങളുടെ കാലുകൾ നോക്കുകയാണ്. അയാൾ വളരെ സ്മാർട്ടായിരിക്കും. സ്മാർട്ട് ഓഫീസറെ മാത്രമേ അതിനകത്ത് ട്രെയിനിങ് പീരീഡിൻ്റെ കമാൻഡറായിട്ട് അയാൾ ഓടി നടക്കുകയാണ്. എന്താണ് നടക്കുന്നത്? ഞങ്ങൾ കാല് ഉയർത്തുന്നത്, ഞങ്ങളുടെ കൈ ഉയർത്തുന്നത്, ഞങ്ങളുടെ മുഖം. ആ സമയത്ത് കമാൻഡിങ് ഓഫീസർ എൻ്റെ സംസാരിക്കാനായിട്ട് വന്നു. എനിക്ക് ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ സംസാരിക്കാൻ വന്നു. അദ്ദേഹത്തിൻ്റെ അവിടെ മുഖത്ത് നോക്കാൻ പാടില്ല, മുന്നോട്ട് നോക്കിക്കൊണ്ട് ചോദിക്കണം. എൻ്റെ ചോദിച്ചാൽ എന്താ ബൂട്ടിടാത്തത്? ഞാൻ പറഞ്ഞു, സാർ എൻ്റെ കാലിൻ്റെ നമ്പർ 10 ബൂട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അവിടെ മുഖത്ത് നോക്കാൻ പാടില്ല. ഞാൻ പാസ് ഔട്ടായി. എവിടെയെങ്കിലും തെറ്റുപറ്റിപ്പോയിരുന്നെങ്കിൽ, ഞാൻ അദ്ദേഹത്തെ നോക്കണ്ടാത്തടത്തോട്ട് നോക്കിപ്പോയിരുന്നെങ്കിൽ, പേടി വരുന്നു, എനിക്ക് ഭയം വരുന്നു. നോക്കണ്ടാൻ പാടില്ലാത്തടത്തോട്ട് ഞാൻ നോക്കിപ്പോയിരുന്നെങ്കിൽ, കാൽ ഉയർത്തിയത്, കൈ ഉയർത്തിയത് എവിടെയെങ്കിലും സ്പീഡ് കുറഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ ഫെയിലായി പോകുമായിരുന്നു. കർത്താവ് പറയുകയാണ്, ദൈവം പറയുകയാണ്, അബ്രഹാമേ എൻ്റെ മുമ്പാകെ നടക്കുക. നീ നടക്കുന്നത് ഞാനൊന്ന് കാണട്ടടാ മോനെ. നീ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് ഞാനൊന്ന് കാണട്ടടാ മോനെ. നീ രൂപ എണ്ണുന്നത് ഞാനൊന്ന് കാണട്ടടാ മോനെ. നീ ജോലി ചെയ്യുന്നത് ഞാനൊന്ന് കാണട്ടടാ മോനെ. ഞാൻ നിന്നെ ഏൽപ്പിച്ച വണ്ടി ഓടിക്കുന്നത് ഞാനൊന്ന് കാണട്ടടാ മോനെ. ഞാൻ നിന്നെ ഏൽപ്പിച്ച ഓരോ സാധനങ്ങൾ നീ കൈകാര്യം ചെയ്ത് ഞാനൊന്ന് കാണട്ടടാ മോനെ. And be perfect. നിഷ്കളങ്കനായിരിക്കുക. വെറും നിഷ്കളങ്കനല്ല, പെർഫെക്റ്റ് ആയി തീരുക. നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ, എനിക്കൊരു വാശിയാണ്, ഞാനൊരു പുസ്തകം എഴുതിയാൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഞാനൊരു പ്രസംഗം പ്രസംഗിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ ടെലിവിഷനകത്ത് പ്രസംഗിച്ചാൽ പെർഫെക്റ്റ് ആയിരിക്കണം. ഞാൻ വാട്സപ്പിനകത്തൊരു സന്ദേശം അയച്ചാൽ, അയ്യോ ഞാൻ എന്നെ പുകഴ്ത്തി പറയുകയല്ല. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അങ്ങനെ ആയിത്തീരുവാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. 40 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിൻ്റെ ഒക്കെ പറഞ്ഞില്ല, 40 വർഷമായിട്ട് നീ എൻ്റെ കൂടെ നടക്കുന്നില്ല, എനിക്ക് മതിയായി. ഇല്ല മതിയായിട്ടില്ല. ദൈവത്തിന് ഒരിക്കലും മതിയാവുന്നില്ല. നിനക്ക് പ്രൊമോഷൻ, സ്വർഗത്തിലേക്ക് പ്രൊമോഷൻ കിട്ടുന്നത് വരെ നിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം. 18 അധ്യായം. അനന്തരം യഹോവ അവന് മമ്രയുടെ തോപ്പിൽ വെച്ച് പ്രത്യക്ഷനായി. വെയിൽ ഉറച്ചപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ടപ്പോൾ അവൻ കൂടാരവാതിൽക്കൽ നിന്ന് അവരെ എതിരേറ്റ് ഓടിച്ചെന്നു. ഹല്ലേലൂയ. വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ഉച്ച കഴിഞ്ഞപ്പോൾ, പഴയ കാലത്ത് 2 നേരത്തെ ആഹാരമേ ഉള്ളൂ, പഴങ്കഞ്ഞിയും പോക്കഞ്ഞിയും. അന്നും ഇന്നും ഇവിടെയും അവിടെയും അങ്ങനെയായിരുന്നു, 2 നേരത്തെ ആഹാരം. ഉച്ചക്കലത്തെ ആഹാരമൊക്കെ നല്ല ചൂടാണ്. ഉച്ചയ്ക്ക് ഭയങ്കര ചൂടാണ്. അന്ന് ഇസ്രായേലിൽ, അഫ്ഗാനിസ്ഥാനിൽ, പാകിസ്ഥാനിൽ, പഞ്ചാബിൽ, കാശ്മീരിലൊക്കെ ഉച്ചയ്ക്ക് വെയിലാകുമ്പോൾ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങും. ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളത് എനിക്കറിയാം. ഇപ്പോഴാണ് ഫാനായത്. അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്താണ് 3 പേരെ കണ്ടു. അബ്രഹാം ഓടിച്ചെന്നു. ഇനിയും പറയുന്നത് കേട്ടാ, ചെറുപ്പക്കാരൻ്റെ ശബ്ദം കേട്ടാട്ടെ. പതുക്കെ നടക്കരുത്, വേഗത്തിൽ നടക്കണം. ഞാൻ ഒരിക്കലും പതുക്കെ നടക്കത്തില്ല, ഞാൻ ഓടിയേ നടക്കത്തുള്ളൂ. എവിടുന്ന് പഠിച്ചതാണ്? വേദോസ്തവത്തിൽ പഠിച്ച. അബ്രഹാം ഓടി. അബ്രഹാം മാത്രമാണോ? ഇല്ല, അബ്രഹാമിൻ്റെ ദാസനോടി. 24 അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ദാസനോടി. തീർന്നോ? ഇല്ല. റിബേക്ക ഓടി. തീർന്നോ? ഇല്ല. റിബേക്കയുടെ ആങ്ങളെ ഓടി. തീർന്നോ? ഇല്ല. ദാവീദ് ഓടി. 1 ശമൂവേൽ 17 അധ്യായത്തിൽ 3 പ്രാവശ്യം പഠിക്കുന്ന ദാവീദ് ഓടി. ഞാനൊരു തീരുമാനമെടുത്തു, ഞാൻ പതുക്കെ നടക്കത്തില്ല, ഞാൻ ഓടി നടക്കുന്നവനായിരിക്കും. ഓടി നടക്കണം. എന്തെങ്കിലും ചെയ്താൽ അതിവേഗത്തിൽ ചെയ്യണം, പതുക്കെ നടക്കരുത്. അവൻ ഓടി. ഹല്ലേലൂയ. ഓടിച്ചെന്നവരിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടുവാതിൽ കൂടെ പോരെ, ഇതിനായിട്ട് ആ ദൈവം നിങ്ങളെ ഞങ്ങളുടെ അടുക്കൽ അയച്ചത് ഒന്ന് അതിഥി സൽക്കാരത്തിന് വേണ്ടിയാണ്. എൻ്റെ വീട്ടിൽ വന്നാട്ട്. ഇനിയും പറയുന്നത് കേട്ടാണ്, അവൻ അല്പം പറഞ്ഞു കൂടുതൽ കൊടുത്തു. എഴുതിയെടുത്താട്ട്. ചിലരങ്ങനൊന്നും അല്ല, കുറച്ച് കൊടുക്കും. പക്ഷെ പറയുന്നത് അവിടെ കൺവെൻഷൻ തന്നാൽ കൺവെൻഷൻ മിക്കവാറും എല്ലാ ചിലവും ഞാൻ കൊടുത്തേ 51 രൂപ. ഇവിടുത്തെ കാര്യമല്ല. ചിലർ വിചാരിക്കുക കേട്ടോ, ഇതാരാണ്ട് ആ പാസ്റ്റർ പറഞ്ഞതാ PG വർഗീസിന് ഞാൻ 51 രൂപയെ കൊടുത്തോളാം. തങ്കക്കുടമേ ചോദിക്കല്ലേ, അവരാരും ഒന്നും പറഞ്ഞില്ല. ചുമ്മാതെ ഞാനൊരു തൊപ്പി ഉണ്ടാക്കി എടുത്ത് എറിഞ്ഞതാ. നിങ്ങളുടെ തലയ്ക്ക് ഫിറ്റായെങ്കിൽ തലയെ കുറ്റം പറഞ്ഞാൽ മതി, എന്നെ കുറ്റം പറയണ്ട. മനസ്സിലായോ? കുറച്ച് പറഞ്ഞു, കൂടുതൽ കൊടുത്തു. വീട്ടിൽ പോയി വായിക്കണം. ഇച്ചിരി വെള്ളം, അസാരം വെള്ളം, ഒരു കഷണം അപ്പം. ഹിന്ദിയിൽ നല്ലതാണ്, ഏക്ക് ടുക്കട റൊട്ടി. പക്ഷെ കൊടുത്തത് 1 കിലോ മൈദയുടെയാണ്. എബ്രായ ഭാഷയിൽ 22 കിലോ എന്നാണ്. ഒരാൾക്ക് തിന്നാൻ ഒരു കാളയെ മുഴുവൻ
ഒന്നാം തരം വെണ്ണ, തൈര് കുറച്ചുകൊണ്ട് കൊടുത്തു. ഒരു ചോദ്യം, നിങ്ങൾ ആരെങ്കിലും കാളയെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കാളയെ കൊന്ന് കറി വെച്ച് ഇത്രയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ എത്ര നേരം എടുക്കും? ആരെങ്കിലും ഒന്ന് പറയാം, എന്നെ ഒന്ന് സഹായിക്കാം. കുറഞ്ഞത് ഇന്നത്തെ കാലമല്ല, ഇന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ട്. അന്നത്തെ കാലത്ത് എത്ര സമയം എടുക്കും? 3 മണിക്കൂർ, കുറഞ്ഞത് 4 മണിക്കൂർ. അബ്രഹാം ഇതൊക്കെ ഉണ്ടാക്കാൻ പോയപ്പം ദൈവം അവിടെ കുത്തിയിരിക്കുക. ദൈവത്തിന് സ്വർഗത്തിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുക. ഭൂമി മുഴുവൻ ദൈവത്തിന് നോക്കണം, സൗരയൂഥം മുഴുവൻ ദൈവത്തിന് നോക്കണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, തൻ്റെ ഭക്തൻ്റെ കൂടാരത്തിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യുന്നവനാണ് ദൈവം. എൻ്റെ വീട്ടിൻ്റെ വാതിക്കൽ കർത്താവേ ഇരിക്കണമേ. ആഹാരമൊക്കെ കഴിച്ചു, പിന്നെ 1 മണിക്കൂർ പിന്നെ അത് കഴിഞ്ഞാൽ പറഞ്ഞു, അബ്രഹാം നടക്കാം. 2 പേരും കൂടെ നടന്നു. അബ്രഹാം എനിക്ക് പറഞ്ഞ, അബ്രഹാം എനിക്ക് നിന്റെ ഒളിച്ചു വെക്കാനൊക്കത്തില്ല. ഈ പട്ടണത്തിൻ്റെ ശാപമൊക്കെ എൻ്റെ തലമുണ്ടയിൽ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാനിത് നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. അബ്രഹാമിനൊരു എൻ്റെ അനന്തരം എന്നെ കളിപ്പിച്ച് വെച്ച് പോയവൻ അവിടെ ആണല്ലോ, അവൻ അങ്ങനെ തന്നെ വരണം. എൻ്റെ നാട്ടുകാരനായിരുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞേനെ. അബ്രഹാം അത് പറഞ്ഞില്ല. ശത്രുവിന് പോലും ദോഷം നിരൂപിക്കരുത് കേട്ടോ, ഞാൻ തെളിയിക്കാൻ പോവാണ്. അബ്രഹാം പറഞ്ഞു, 50 പേരുണ്ടെങ്കിലോ, 45 പേരുണ്ടെങ്കിലോ ഇല്ല. ദൈവം അവരും കൂടെ സല്ലപിച്ചു നടന്നു. എത്ര നേരം എടുത്തു കാണും? 1 മണിക്കൂർ. ഏകദേശം 5 മണിക്കൂർ ദൈവം അബ്രഹാമിൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെലവാക്കിയതിന് കാരണം പറഞ്ഞു തരാം. അവൻ വെറും ഒരു പരിചയക്കാരനായിരുന്നില്ല, അവൻ ദൈവത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായി മാറിയിരുന്നു. ഞാനും നീയുമായിരിക്കുന്ന നിലയിലായിരിക്കാൻ വിസമ്മതിക്കുക. നമ്മുടെ സ്നേഹബന്ധം വർദ്ധിച്ചു വരട്ടെ. ഞാനിവിടെ താമസിക്കുന്ന ബാബു ബ്രദറിൻ്റെ വീട്ടിലാണ്. വാസ്തവത്തിൽ അദ്ദേഹം എൻ്റെ സ്നേഹിതനല്ല, എൻ്റെ ഒരു പരിചയക്കാരൻ. ബാബു ബ്രദർ പണങ്ങരുത്, സത്യം പറയുകയാണ്. എന്നാൽ വിചാരിച്ച ബാബു ബ്രദർ എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചു. 1 വർഷം കഴിയുമ്പോൾ ഞാൻ പറയും, അദ്ദേഹം എൻ്റെ സ്നേഹിതനാണ്. ഒരു 8-10 വർഷം കഴിഞ്ഞാൽ ഞാൻ പറയും, അദ്ദേഹം എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ്. നീയും ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധം വർദ്ധിച്ച് 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 അതിനുവേണ്ടി ദൈവം ചെന്നത്. അവൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്ന ആത്മാർത്ഥ സുഹൃത്ത്. നിങ്ങളുടെ ഹൃദയത്തിനകത്തെ കാര്യം ആരോട് പറയും? നിങ്ങളുടെ മോള് പിഴയായിപ്പോയാൽ ആരോട് പറയും? ആത്മാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ, ഒരു കാര്യം പറയാനുണ്ട്, ഇങ്ങനൊരു അബദ്ധമുണ്ട്, നോക്ക് പറ്റും. നിങ്ങൾ ആ നിലയിൽ ദൈവത്തോട് ഒട്ടിച്ചേരണം, പറ്റിച്ചേരണം. ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ളത് പറയുന്ന സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്. 8ാമത്തെ ദർശനം, കർത്താവേ, 8ാമത്തെ ദർശനം, 21-ാം അധ്യായം. തൻ്റെ മകൻ നിമിത്തം ഇക്കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട്, ബാലൻ്റെ നിമിത്തം, ദാസിയുടെ നിമിത്തവും നിനക്ക് അനിഷ്ടം തോന്നരുത്. സാറ നിന്നോട് പറഞ്ഞതൊക്കെയും അവളുടെ മകൾ വാക്ക് കേൾക്ക. ഇസാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. 8ാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് അവൻ്റെ വീട് ശുദ്ധീകരിക്കുവാൻ. അവൻ്റെ വീട്ടിനകത്ത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത 2 കാര്യങ്ങളുണ്ടായി. ഒരു ദാസിയുടെ മകൻ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? മന്ത്രച്ചാരുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും ജപിച്ചു തന്ന മന്ത്രച്ചാരുടെ ഭസ്മം? യേശുവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലുമൊക്കെ സിനിമയുടെ സിനിമ തെറ്റല്ല, പക്ഷെ ഏത് സിനിമ? നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ? ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് 8ാമത്. എത്ര വർഷമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നറിയാം? 40 വർഷമായിട്ട് ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നു. അവൻ്റെ മുമ്പാണ് പെർഫെക്റ്റ് ആകാൻ പറഞ്ഞാണ്, നിഷ്കളങ്കനാകാൻ പറഞ്ഞാണ്. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ വീട്ടിലുള്ള ഒരു ദാസേ, എനിക്കിഷ്ടമില്ലാത്ത, ദൈവത്തിന് സഭയ്ക്ക് ഇഷ്ടം, എൻ്റെ അപ്പന് ഇഷ്ടമാണെന്നൊന്നല്ല ചോദിച്ചത്, നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും. എനിക്കറിയാം ചിലർക്കിത് പ്രയാസമാണ്. ഭാര്യ വിശ്വാസിയായിരിക്കാം, ഭർത്താവ് അവിശ്വാസിയായിരിക്കാം.
എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്തു കളയാൻ ഒക്കാത്ത ചില കാര്യങ്ങൾ കാണും. ഭർത്താവ് വിശ്വാസിയാണെങ്കിൽ, ഭാര്യ വിശ്വാസിയാണെങ്കിൽ എടുത്തു കളയാനൊക്കത്തില്ല. എനിക്കറിയാം അങ്ങനെ പറയാം. പക്ഷെ നിങ്ങളെല്ലാവരും ക്രിസ്ത്യാനികളാണെങ്കിൽ യേശുവിന് ഇഷ്ടപ്പെടാത്ത, വേദപുസ്തകത്തിന് ഇഷ്ടപ്പെടാത്ത യാതൊന്നും ഒരു മന്ത്രച്ചാൽ ഉണ്ടാകാൻ പാടില്ല, ഒരു ബിംബം ഉണ്ടാകാൻ പാടില്ല, ഒരു ഭസ്മം ഉണ്ടാകാൻ പാടില്ല, കള്ളുകുപ്പി ഉണ്ടാകാൻ പാടില്ല, സിഗരറ്റ് ആഷ്ട്ര പോലും വെക്കരുതെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അഭിപ്രായമുള്ള പറയുകയാണ്, വിടാൻ പാടില്ല. ഒരു ദിവസം എൻ്റെ വീട്ടിൽ ഞാൻ രാവിലെ ഒരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കും. ഒരു കപ്പ് ചായ ഉണ്ടാക്കി ലില്ലിക്ക് കൊടുക്കും. എൻ്റെ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിന് കൊടുക്കും. എന്നിട്ട് ഞാൻ നടക്കാൻ പോയി വെച്ച് ഞാൻ കുറച്ച് വന്നിട്ടൊരു കപ്പ് കട്ടൻ ചായ ഉണ്ടാക്കും. അതിനകത്ത് ഞാൻ ഇച്ചിരി തേൻ ഒഴിക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ തേൻ കാണുന്നില്ല. ഞാൻ ലില്ലി എടുക്കാൻ ചോദിച്ചു. ലില്ലി പ്രാർത്ഥിക്കുകയാണ്. ലില്ലി കട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, ലില്ലി നമ്മുടെ ഈ തേനില്ലയോ? പറഞ്ഞ് മേളത്തെ ഷെൽഫിലുണ്ട്. ഞാൻ ഷെൽഫ് തുറന്നപ്പോൾ ഒരു കുപ്പി വിസ്കി. എൻ്റെ കർത്താവേ, എവളെ ഞാൻ അറിയാതെ അടുക്കളയിൽ നിന്ന് വിസ്കിയും കുടിക്കാൻ തുടങ്ങി. എനിക്കറിയാം ലില്ലി കുടിക്കത്തില്ലെന്ന്. എന്നേക്കാൾ വിശുദ്ധിക്ക് ഒരുപടിയിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു ഭാര്യയെ ദൈവം തന്നതിനായിട്ട് സ്തോത്രം. ഞാനതെടുത്തു. എനിക്കറിയാം തേനാണെന്ന്. ആരാണ്ട് ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നാണ് വിസ്കി കുപ്പിക്കകത്ത്. ഞാനെടുത്ത് കുടിച്ചു. അല്ല, ഒന്നാം തരം പാറയിൽ നിന്നെടുത്ത തേൻ. ഞാനതെടുത്ത് ചായ ഉണ്ടാക്കി ലില്ലിക്ക് കൊടുത്തു. ഞാൻ കുടിച്ചു. ഞാൻ ഇൻഡോറിൽ പോയി. ഞാനവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയിലാണ്. ഞാനവിടെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുമ്പോൾ ദൈവം എന്നെ കാണിച്ചു തന്നു ഷെൽഫിനകത്തിരിക്കുന്ന വിസ്കി കുപ്പി. ഞാൻ ലില്ലിക്ക് ഉടനെ തന്നെ മെസ്സേജ് അയച്ചു, ലില്ലി ആ കുപ്പി എടുക്കുക, അതിനകത്ത് തേൻ വേറൊരു കുപ്പിയിലോട്ട് മാറ്റുക, ഒഴിച്ചു കളയുക. എന്താ കാര്യം? ഒഴിഞ്ഞിരിക്കുന്ന ഒരു കള്ളുകുപ്പിയുടെ പുറകിൽ ഒരു മദ്യപാനത്തിൻ്റെ ഒരു ദുഷ്ടാത്മാവിന് വന്ന് ഒളിച്ചിരിക്കാൻ അവകാശമുണ്ട്. ഇറങ്ങി പോകാൻ പറഞ്ഞാലും പോകത്തില്ല. അവിടെ നിന്റെ വീട് ശുദ്ധീകരിക്കണം. വേഗത്തിൽ പോയേ ഒക്കത്തുള്ളൂ. 8, നിന്റെ വീടിൻ്റെ ശുദ്ധീകരണം, നിന്റെ ഹൃദയത്തിൻ്റെ ശുദ്ധീകരണം, ഈ വീടിൻ്റെ ശുദ്ധീകരണം, നിന്റെ പേഴ്സിൻ്റെ ശുദ്ധീകരണം, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ശുദ്ധീകരണം, നിന്റെ പാസ്റ്ററുമായിട്ടുള്ള ശുദ്ധീകരണം, ബന്ധത്തിൻ്റെ ശുദ്ധീകരണം, ഇടപാടിൻ്റെ ശുദ്ധീകരണം. 22 9ാമത്തെ കാര്യം. അതിന് ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷ എന്തെന്നാൽ, അബ്രഹാമെ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് നിന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് അവനെ യാഗം കഴിക്കുക, ഹോമയാഗം കഴിക്കുക എന്ന് പറഞ്ഞു. 9ാമത്തെ കാര്യം, അവന് ചെയ്യാൻ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം ചെയ്യാൻ അവനെ നിർബന്ധിക്കാൻ പോയതാണ്. അതെന്തിനാ ഈ മോനെ കൊല്ലാൻ പറയുന്നു? എടാ, അനുഗ്രഹിക്കാനാണെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരായോ? അല്ലേ? എന്തിന് മകനെ ഹോമയാഗം കഴിക്കാൻ പറഞ്ഞു? പറയുന്നത് കേട്ടാട്ടെ. വിശേഷപ്പെട്ട അനുഗ്രഹത്തിന് വിശേഷപ്പെട്ട ഒരു പരീക്ഷ കൊടുക്കും. വിശേഷപ്പെട്ട 17ാം വാക്യം. നിന്നെ ഞാൻ, മലയാളത്തിൽ പോലെ ഒരു ട്രാൻസ്ലേഷൻ വേറൊരു ഭാഷയിലുമില്ല, ഇംഗ്ലീഷിലില്ല. ഞാൻ പരിശോധിച്ചു. ഹിന്ദിയിലില്ല, ഉറുദുവിലില്ല, തമിഴിലില്ല. മലയാളത്തിൽ എഴുതിക്കുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. എങ്ങനെയാണ്? നിനക്ക് കഠിനമായ ഒരു പരീക്ഷ തരുമ്പോൾ, ദൈവം നിനക്ക് ഒരു പരീക്ഷ തന്നെന്ന് വരാം. ആ പരീക്ഷ തരുന്ന സമയത്ത് ആ പരീക്ഷ അനുസരിച്ചാൽ അതിവിശേഷമായ ഒരു അനുഗ്രഹം കൊടുക്കുവാൻ അതികഠിനമായ ഒരു പരീക്ഷ കൊടുത്തു. 10 അവസാനിപ്പിക്കാം. 10. പിന്നെ അബ്രഹാം കൈനീട്ടി. 10ാമത്തെ വാക്യം. പിന്നെ അബ്രഹാം കൈനീട്ടി തൻ്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവന് പറഞ്ഞു. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത് എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു. അബ്രഹാം എന്താണ് ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചു കേട്ടാട്ടെ. അബ്രഹാം മലയുടെ മേളിൽ ചെന്നു, യാഗപീഠം പണിതു. എൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് വായിക്കണം. അതിനകത്ത് ഈ പോയിൻ്റൊന്നും ഞാൻ പറയുന്നില്ല, വേറെ കുറേ പോയിന്റുകളാണ് പറയുന്നത്. അനുഗ്രഹം ആർക്കും പ്രാപിക്കാം, വായിക്കണം. മലയുടെ മേളിൽ ചെന്നു, യാഗപീഠം പണിതു. എൻ്റെ വിചാരം, ഇസ്ഹാക്കിൻ്റെ ഒക്കെ പറഞ്ഞു, മോൻ അവിടെ പോയിരിക്കുക, ആ മരത്തിൻ്റെ ചുവട്ടിയിരിക്കുക. കാരണം അബ്രഹാമിന് ചില കാര്യങ്ങൾ ദൈവത്തോട് പറയാനുണ്ട്. അവൻ യാഗപീഠം പണിയാണ്. പണിത് കഴിഞ്ഞിട്ട് ഇസ്ഹാക്കിനെ വിളിച്ചു. എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ച കഥയാണ്, ഓർത്തഡോക്സുകാരനായ പപ്പ എന്നെ പഠിപ്പിച്ച കഥ. അവൻ്റെ കാല് കെട്ടി, കൈകെട്ടി. എൻ്റെ പപ്പ എൻ്റെയൊക്കെ പഠിപ്പിച്ചു. എവിടുന്നാ പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മോൻ പറഞ്ഞു, അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഒരു യഹൂദന്മാരുടെ ചരിത്രത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചതാണ്. അബ്രഹാമിൻ്റെ കളി ഇസ്ഹാക്ക് പറഞ്ഞു, അപ്പച്ചാ എന്നെ കൊല്ലാൻ പോകാന്നു. ആന്നോ, കഴുത്തറക്കണം. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം എൻ്റെ അപ്പച്ച, എൻ്റെ കാലൊന്നുകൂടെ മുറുക്കി കെട്ടിയേരാ. കാരണം അപ്പച്ചൻ കഴുത്തറക്കുന്ന സമയത്ത് അതിവേദന കാരണം ഞാൻ കാലെടുത്ത് അടിച്ചാൽ അപ്പൻ്റെ ദേഹത്ത് എൻ്റെ കാല് കൊള്ളാൻ പാടില്ല. ചെറുപ്പക്കാർ കേട്ടോ, വിശദീകരിക്കാൻ നേരമില്ല.
അവൻ കത്തിയെടുത്തു, അനുസരണത്തിൻ്റെ കത്തി. പത്താമത്തെ ദർശനം. ആ സമയത്ത് ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, ദൈവത്തിനെ ധൃതി പിടിപ്പിക്കുവാൻ നിന്റെ അനുസരണത്തിന് സാധ്യമാണ്. അതുവരെ ദൈവം നിശബ്ദനായിരുന്നു, പതുക്കെ നടക്കുകയായിരുന്നു. മൂന്നാമത്തെ ദിവസം ദൈവം അനുസരിക്കുന്ന, അബ്രഹാമേ, അബ്രഹാമേ, ചെയ്യല്ലേ, നീ ചെയ്യുമെന്ന് എനിക്കറിയാമിടാ, അബ്രഹാം നീ ചെയ്യരുത്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. യഹൂദന്മാർക്ക് ഒരു ചടങ്ങുണ്ട്. അപ്പൻ ഒരു മനുഷ്യനെ, അനാഥ പയ്യനെ ദത്തെടുക്കുകയാണെങ്കിൽ ഗ്രാമത്തിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് ഒരു വലിയ പാർട്ടി കൊടുക്കും. എന്നിട്ട് അനാഥ പയ്യനെ വിളിച്ചിട്ട് അവിടെ ഇരുത്തും. പറഞ്ഞു, ഇവിടെ ഇരുന്നാട്ടെ. എന്നിട്ട് വിളിക്കും, ഈ അന്ത്രയോസ് ഉണ്ടല്ലോ, അന്ത്രയോസ് എന്നൊരു പേരിടാം. അവൻ അപ്പനില്ല, അമ്മയില്ല, അനാഥനാണ്. ഞാൻ അവനെ ഇന്ന് എൻ്റെ മകനായിട്ട് സ്വീകരിക്കുന്നു. അതിൻ്റെ അടയാളമായിട്ട് ഈ അപ്പൻ തൻ്റെ കോട്ടൂരി, ഷർട്ടല്ല കോട്ട്, ഷർട്ടൊക്കെ വന്നത് 1956 ഷർട്ട് വന്നത്. മുൻവശത്ത് ബട്ടണുള്ള ഷർട്ട് വന്നത് 56 അതിനു മുമ്പ് ഷർട്ടാണ്. അവരിടുന്നത് കോട്ടാണ്. അവൻ്റെ കോട്ടൂരി ആ കൊച്ചനെ ഇടിക്കും. ആ കൊച്ചൻ ഷർട്ടിടും. എന്നിട്ട് പറയും, അവൻ ഇന്നു മുതൽ എൻ്റെ മകനാണ്. അതിൻ്റെ അടയാളമായിട്ടാണ് ഞാൻ ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്. ആ കൊച്ചൻ അപ്പൻ്റെ മകനായി. അതിൻ്റെ അടയാളമാണ് ആ ഷർട്ട്. നിങ്ങളെയും ദൈവം ദത്തെടുത്തപ്പോൾ അവൻ നിനക്കും ഒരു വസ്ത്രം തന്നിട്ടുണ്ട്, രക്ഷയുടെ വസ്ത്രം. അവരുടെ വസ്ത്രം കാണാനൊക്കും, നമ്മുടെ വസ്ത്രം മനുഷ്യർക്കാർക്കും കാണാനൊക്കത്തില്ല. പക്ഷെ അവൻ രക്ഷയുടെ വസ്ത്രം അണിയിച്ചിരിക്കുന്നു. അടുത്ത ദിവസം മാർക്കറ്റിനകത്തൂടെ നടക്കുന്ന സമയത്ത് ഒരു കടയിൽ ചെന്നിട്ട് പറയാണ്, ആയിരിക്കുന്ന പത്തിയാക്കരി എൻ്റെ വീട്ടിലോട്ട് കൊടുത്താച്ചു. അവൻ അന്ത്രയോസ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ ആ പണക്കാരനായ ആ മുതലാളിയുടെ മോനാണ്. അതിൻ്റെയാണ് വസ്ത്രം ധരിക്കുക. അവൻ ആ വസ്ത്രം ധരിച്ചാണ്. നിന്റെ രക്ഷയുടെ വസ്ത്രം ഉള്ളിടത്തോളം കാലം പിശാചിന് മനസ്സിലാവും നീ ആരാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് മനസ്സിലാകും നീ ആരാണ്. നീ ആരാണെന്ന് അവർക്ക് മനസ്സിലാവും. നിർത്തിയോക്കത്തുള്ളൂ കേട്ടോ, സമയമാവും. ഇനി പറയുന്നത് കേട്ടോ, ഒരു മകൻ, അപ്പൻ ജീവനോടെ ഇരിക്കുമ്പോൾ, ഒരു യഹൂദൻ ജീവനോടെ ഇരിക്കുമ്പോൾ മകൻ മരിച്ചു പോയാൽ ആ അപ്പൻ മകൻ്റെ ശവകുടീരത്തിൻ്റെ അടുക്കൽ നിൽക്കും, അവൻ്റെ കല്ലറയുടെ അടുക്കൽ നിൽക്കും. ആ അപ്പൻ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്, കോട്ടും ധരിച്ച് നിൽക്കുകയാണ്. അവൻ്റെ വസ്ത്രമാണ്, അപ്പൻ്റെ വസ്ത്രമാണ്. മോൻ മരിച്ചു, മോൻ്റെ ശരീരം, ശവശരീരം അവിടെ കല്ലറയ്ക്കൽ വയ്ക്കും. അബ്രഹാം എന്ത് ചെയ്യണമായിരുന്നു അറിയാമോ? അബ്രഹാം ജീവനോടെ ഇരിക്കുമ്പോൾ മകൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശരീരം കഷ്ണം കഷ്ണമാക്കി അവൻ്റെ വയറ് ശുദ്ധീകരിച്ച് അവൻ്റെ വയറിനകത്തു നിന്നുള്ള മലിന വസ്തുക്കളൊക്കെ വടിച്ച് നീട്ടിയിട്ട് അവനെ തീ കത്തിക്കുമായിരുന്നു. എന്നിട്ട് അവൻ ചെയ്യേണ്ടത്, അവൻ്റെ വസ്ത്രം, അവൻ്റെ കോട്ട്, അവൻ്റെ സ്വന്തം കോട്ട് മുകളിൽ നിന്നും താഴെ വരെ വലിച്ചു കയറണം. ഹായ് മുജ് പർ ഹായ്. അബ്രഹാം ചെയ്യേണ്ടത് അതായിരുന്നു. ഇസ്ഹാക്കിനെ കിടത്തിയിട്ട്, ഇസ്ഹാക്കിനെ കൊന്നിട്ട്, അവൻ്റെ വയറിൽ നിന്ന് കുഴൽമാലകളൊക്കെ വലിച്ചു കളഞ്ഞിട്ട് തീ കത്തിച്ചിട്ട് അവൻ്റെ വസ്ത്രം വലിച്ചു കീറണമായിരുന്നു. എന്നാൽ ദൈവം അബ്രഹാമിൻ്റെ വസ്ത്രം വലിച്ചു കീറാൻ സമ്മതിച്ചില്ല. ദൈവം അബ്രഹാമിൻ്റെ നെഞ്ച് നഗ്നമാക്കാൻ സമ്മതിച്ചില്ല. എന്നാൽ 1590 വർഷത്തിന് ശേഷം സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തു 3 ആണിമേൽ തൂങ്ങിക്കിടന്ന് നിലവിളിച്ചപ്പോൾ അവൻ അവൻ്റെ വസ്ത്രം വലിച്ചു കീറി. തിരശീല, മന്ദിരത്തിൻ്റെ തിരശീല മുകൾ മുതൽ താഴെ വരെ കീറി. എഴുതിയെടുത്താട്ടെ, ആ കർട്ടൻ്റെ, ആ തിരശീലയുടെ നീളം വീതി എഴുതിയെടുത്താട്ടെ. 60 ഗജം നീളം, 30 ഗജം വീതി, 4 ഇഞ്ച് വണ്ണം. 4 ഇഞ്ച് വണ്ണമുള്ള കാർപ്പറ്റ് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല.
ഇത് ഭൂമിയിൽ ആർക്കും വലിച്ചു കയറാൻ സാധ്യമല്ല, മനുഷ്യർക്ക് ആർക്കും വലിച്ചു കയറാൻ സാധ്യമല്ല, രണ്ടാനകൾക്ക് വലിച്ചു കയറാൻ സാധ്യമല്ല. എന്നാൽ സ്വർഗസ്ഥനായ ദൈവം ആകാശത്ത് നിന്ന് മുകളിൽ നിന്ന് താഴെ വരെ കയറി. എന്നിട്ട് അവൻ അതിവിശുദ്ധ സ്ഥലത്തിരുന്ന സ്വർഗീയ പിതാവ് വെളിയിൽ വന്നു, എൻ്റെയും നിൻ്റെയും മധ്യത്തിൽ വന്നു. അബ്രഹാമിൻ്റെ നെഞ്ച നഗ്നമാക്കുവാൻ അവൻ സമ്മതിച്ചില്ല, അബ്രഹാമിൻ്റെ വസ്ത്രം കീറുവാൻ അവൻ സമ്മതിച്ചില്ല. മുകളിൽ നിന്ന് താഴെ വരെ കീറണം, താഴെ നിന്ന് മേളിലോട്ടല്ല. ഞാൻ താഴെ നിന്ന് കീറിയത് എനിക്ക് എളുപ്പത്തിന് വേണ്ടി കീറിയതാണ്. എന്നാൽ അത് തന്നെ ദൈവം ചെയ്തു. നിങ്ങൾ കണ്ടോ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്വർഗസ്ഥനായ ദൈവം വെളിപ്പെട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, അവൻ എന്തുകൊണ്ട് തൻ്റെ പുത്രനെ രക്ഷിച്ചില്ല? എന്തുകൊണ്ട് അവൻ സ്വന്തം വസ്ത്രം കീറി അവൻ പുറത്തു വന്നു? നിന്നെയും എന്നെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ. ആര് പറയും ഈ ദൈവം എൻ്റെ ദൈവം? എനിക്ക് വേണ്ടി സ്വന്തം വസ്ത്രം കീറി പുറത്തു വന്നവനായ ദൈവം എൻ്റെ ദൈവം. ഈ അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവം. എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ രക്തമൊഴുക്കി യേശു ക്രിസ്തു എൻ്റെ ദൈവം. ആര് പറയും? കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ആര് പറയും യേശുവേ നിന്റെ സ്നേഹം ഇത്ര വലുതാണെന്ന് ഞാൻ ഓർത്തില്ല, നീ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചല്ലോ. പിതാവാം ദൈവമേ, നിന്റെ സ്നേഹം ഇത്ര വലുതാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ഓർത്തില്ല. ഇന്നെനിക്ക് മനസ്സിലായി. നീ നിന്റെ തിരശ്ശീല, ദൈവാലയത്തിൻ്റെ തിരശ്ശീല മുകളിൽ നിന്ന് താഴെ വരെ കീറി നീ പുറത്തു വന്ന് മനുഷ്യരുടെ ഇടയിൽ നടന്നു. മനുഷ്യനായിട്ട് നടന്നു, മനുഷ്യനായിട്ട് നടന്നു, മനുഷ്യനായിട്ട് നടന്നു. മനുഷ്യരുടെ ഹൃദയത്തിൽ വസിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ആര് പറയും യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, ദൈവമേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം. പാപത്തെ സ്നേഹിപ്പാൻ ഞാൻ ഇനി പോകത്തില്ല. ക്രൂശന്മേൽ എനിക്ക് വേണ്ടി മരിച്ചവനെ ക്രൂശന്മേൽ കാണുന്നത് ആരിതാ? പ്രാണനാഥൻ, പ്രാണനാഥൻ എനിക്ക് വേണ്ടി മരിക്കുന്നു. ആര് ഇന്ന് അനുതാപ പ്രാർത്ഥന പ്രാർത്ഥിക്കും? ഈ യേശു എൻ്റെ ദൈവം, ഈ യേശു എൻ്റെ രക്ഷകൻ, ഇവൻ എൻ്റെ ആത്മമണവാളൻ. ഇനിയും ഞാൻ ദൈവവൈതലായി ജീവിക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ, യേശുവിനോട് പറഞ്ഞാട്ടെ, യേശുവേ നീ എൻ്റെ പാപങ്ങളൊക്കെ എന്നോട് ക്ഷമിക്കണമേ. ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, ഇന്നു മുതൽ നീ എൻ്റെ രക്ഷകൻ. അബ്രഹാമിൻ്റെ മകനെ നീ രക്ഷിച്ചു. സ്വർഗസ്ഥനായ ദൈവമേ നിന്റെ മകനെ നിനക്ക് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നു, നീ രക്ഷിച്ചില്ല. എനിക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുവാൻ ഏൽപ്പിച്ചത്. നീ എൻ്റെ ദൈവം, യേശു എൻ്റെ രക്ഷകൻ. ആര് പറയും? ആര് പറയും? അങ്ങനെ പറയുന്നവർ നെഞ്ചത്ത് കൈവച്ചാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവരാ എഴുന്നേറ്റ് നിന്നാട്ട്, നെഞ്ചത്ത് കൈവയ്ക്കുകയല്ല, എഴുന്നേറ്റ് നിന്നാട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നവരാ ലജ്ജിക്കാതെ ആരെഴുന്നേറ്റ് നിൽക്കും? ഈ യേശു എൻ്റെ രക്ഷകൻ. ആര് പറയും? ആര് പറയും? ആരെങ്കിലും ആരെങ്കിലും ഇനിയും ആരെങ്കിലും ഇനിയും ആരെങ്കിലും? യേശു ഒരിക്കലേ മരിച്ചുള്ളൂ. അവൻ ഒരിക്കൽ മരിച്ചാൽ മതിയായിരുന്നു. നീയും ഒരിക്കൽ തീരുമാനമെടുത്താൽ മതി. രക്ഷിക്കപ്പെടുന്നത് ഒരിക്കൽ, മാനസാന്തരം പല പ്രാവശ്യം, പക്ഷെ രക്ഷിക്കപ്പെടുന്നത് ഒരിക്കൽ. ഇന്നു മുതൽ ഞാൻ ദൈവവേദനായി ജീവിക്കുന്ന തീരുമാനമെടുക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ലവനായ എൻ്റെ കർത്താവേ, ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇനിമേലാൽ പാപം ചെയ്യാതെ ദൈവവേദനായി ജീവിക്കുവാൻ കർത്താവരെ സഹായിക്കണമേ. എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആരൊക്കെയാണോ തീരുമാനമെടുക്കുന്നത്, അവരുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ തീരുമാനം ഉറച്ചതായിരിക്കട്ടെ. ദൈവമക്കളായി ജീവിക്കട്ടെ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം അവർ കൊടുത്തവരെ ധന്യരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.